Hi guys, good evening. Hello. Yep. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഷോപ്പിംഗ് ആപ്സ് വരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഏതാണ്ട് ക്യാമ്പയിൻ ടൈപ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായി. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവേർഷൻ ക്രിയേഷൻ നമ്മൾ മേ ബി മെറ്റേന്റെ സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കൺവേർഷൻ ക്രിയേഷനിലേക്ക് പോകുന്നുണ്ടാവുക. കൺവേർഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെഷനിലേക്ക് പോകുന്നുണ്ടാവും. ആൻഡ് ഓൾമോസ്റ്റ് നമ്മളെ സെഷൻ എൻഡ് ആവാനായിട്ടുണ്ടായിരുന്നു. നമുക്ക് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ എന്തായാലും പോകാനുണ്ട്. ആൻഡ് ബാക്കി നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. ആൻഡ് അത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യാം. ആൻഡ് പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിങ്ങും നമ്മളുടെ എക്സ്ട്രാ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോഗ്രാമാറ്റിക് ആഡ്സിന്റെ ചെറിയ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആഫ്റ്റർ ആൻഡ് ഗൂഗിൾ അനലിറ്റിക്സ് വെച്ച് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായതിലേക്ക് പോകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് മെറ്റേന്റെ സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ഒരു കൺവേർഷൻ ട്രാക്കിംഗ് ആൻഡ് ലൈക്ക് അനലിറ്റിക്സ് വെച്ചിട്ടുള്ള ട്രാക്കിങ്ങും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവുക. സോ നമ്മൾ ഈ ക്യാമ്പയിൻ ടൈപ്സും കാര്യങ്ങളും സ്ട്രാറ്റജി ഒക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം റീമാർക്കറ്റിംഗ് എന്നോടെ ഈ ഒരു സെഷൻ മൈൻഡ് അപ്പ് ചെയ്യും. ദെൻ മെറ്റ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കൺവേർഷൻ ട്രാക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ ബാക്കിയിലേക്ക് പോകുന്നുണ്ടാവുക. സോ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ക്യാമ്പയിൻസും ചെയ്തു. എനിക്ക് ജസ്റ്റ് ഇപ്പം അറിയേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് ആണ്. ക്യാമ്പയിൻസ് റണ്ണ് ചെയ്യാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ ഫണ്ട് ആഡ് ചെയ്ത് ആരെങ്കിലും ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ തുടങ്ങിയോ? കറന്റ്ലി ഫണ്ട് ആരെങ്കിലും ആഡ് ചെയ്ത് നോക്കിയോ? സാർ എന്റെ ക്യാമ്പയിൻ ഇപ്പോഴും റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് അന്ന് ആ ഇഷ്യൂ തന്നെയാണ്. ഞാൻ ലാൻഡിംഗ് പേജ് ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കി, കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി. ഇപ്പോഴും അപ്പീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്താ അവസ്ഥ? അപ്പീലും ചെയ്ത് നോക്കി ഞാന്, എന്നിട്ടും ആവുന്നില്ല. ലൈക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മളെ ഡാറ്റ കൊടുക്കുക, ഐ മീൻ നമ്മുടെ ഈ ലൈസൻസ് ഒക്കെ വെച്ചിട്ട് അപ്പീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അതൊക്കെ ചെയ്തു, എല്ലാ അപ്പീലും ചെയ്തു, എന്നിട്ടും ആവുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ആഫ്റ്റർ ഒരു 4:30 നാളെ ഞാൻ ഫ്രീ ആയിരിക്കും ആൽവിൻ. ഒന്ന് നമുക്ക് ഇരിക്കാം. ശരി. പിന്നെ ബാക്കി ആരും എന്തെങ്കിലും ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യല്ലാണ്ട് ഫണ്ട് ആഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? എനിക്കൊന്നും ആരോ ഫണ്ട് ആഡ് ചെയ്യാൻ നോക്കിയപ്പോ പറ്റിയില്ല എന്ന് പറഞ്ഞത്. കാർഡ് ആഡ് ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല സർ, അത് ഞാനായിരുന്നു. എന്റെ കാർഡിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ലൈക്ക് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഓൺ ആക്കി ട്രൈ ചെയ്ത് നോക്കിയോ? അല്ല, എന്റെ ഞാൻ അവിടെ ബാങ്കിൽ പോയപ്പോ അവര് വേറെ ചെറിയ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാർഡ് വേറെ എടുക്കാണ് ചെയ്തത്, അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ആണോ? എന്നിട്ട് ആഡ് ചെയ്തോ? ഫണ്ട് ആഡ് ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. ഞാനത് എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ബാക്കി കംപ്ലീറ്റ് ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബിഡിങ്ങിന്റെ മാത്രം അതില് നമുക്കൊരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു റെഡ് കളറിൽ നമുക്ക് അത് ക്യാമ്പയിനിൽ കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാം ഓക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. സെർച്ച് ക്യാമ്പയിൻ മാത്രമാണോ അല്ല ബാക്കി ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തോ? ആ ഡിസ്പ്ലേന്റെ ഞാനത് സാറിന് മെസ്സേജ് ചെയ്തിരുന്നു. ഓക്കെ. സോ ബാക്കിയുള്ള ആളുകളും കൂടെ ലാൻഡിംഗ് പേജിന്റെ ഇഷ്യൂ ശ്രീശാന്ത് എന്താ അവസ്ഥ? സാറേ കിട്ടിയില്ല. ഇതുവരെ കിട്ടിയില്ലേ? കിട്ടിയില്ല. വെയിറ്റ് എ സെക്കൻഡ്. കണക്ട് ചെയ്തതായിരുന്നു ആള് ഷെയർ ചെയ്യാവുന്നത്. മെൻഡറിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ശ്രീശാന്ത്? മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ? അതെ, ഞാൻ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? അക്ബറിന്റെ കേസിൽ എന്തായി? ലാൻഡിംഗ് പേജ് ചോദിച്ചോ, അല്ലെങ്കിൽ എന്താ അവസ്ഥ? ഇപ്പം നമ്മള് ഓൾറെഡി ഉള്ള ആഡ് തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഓൾറെഡി ക്യാമ്പയിൻ ആവുന്നുണ്ട്. ഞാൻ വേറൊരു ക്യാമ്പയിൻ ചെയ്യാന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ. എങ്ങനെ നമ്മളെ ആഡ് അക്കൗണ്ടിൽ തന്നെയാണോ, അല്ലെങ്കിൽ
ഡെമോ അല്ല, ആയിട്ടാണോ? വേറെ ആളുടെ അക്കൗണ്ടില്. വേറെ അക്കൗണ്ടിൽ. ഓക്കെ. ക്രിയേറ്റ് ചെയ്ത് പക്ഷെ തുടങ്ങിയോ? നമുക്കത് ഓൾറെഡി യൂസ് ചെയ്ത് ഡൊമൈൻ യൂസ് ചെയ്യുന്നതിന് ഒപ്പമല്ലോ. എന്ത് ലാൻഡിംഗ് പേജ് ആയിട്ടാണോ? ആ ലാൻഡിങ് പേജ്. ഇല്ല, ആഘോഷമൊന്നുമില്ല. ഓക്കെ. ഓക്കെ. ആദിത്യ, എന്താ അവസ്ഥ? ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയോ? എവിടെയെങ്കിലും സ്റ്റെക്ക് ആവുന്നുണ്ടോ ആദിത്യ? സ്റ്റാർട്ട് ചെയ്യാറായി സാർ. മറ്റേ ഈ ലാൻഡിംഗ് പേജസ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഗ്രേറ്റ്. ലാൻഡിംഗ് പേജ് കഴിഞ്ഞു. ഇനി ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതെ. ഓക്കെ. അനസിന്റെ കേസിൽ സെർച്ച് ക്യാമ്പയിൻ കഴിഞ്ഞതാണല്ലേ? ക്രിയേറ്റ് ചെയ്ത് സാർ കഴിഞ്ഞാൽ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? നമ്മളിപ്പോൾ ലാൻഡിംഗ് പേജിലാണെന്നില്ല, നമ്മളിപ്പോൾ ഓരോ സർവീസസ് എല്ലാം കാണിക്കണമെന്നുണ്ടോ? എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരു 3 കാറ്റഗറിയിൽ ആയിട്ട് തിരിച്ചിട്ടാണ് അതിൽ 3 കാറ്റഗറിയിൽ പല സർവീസസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലെ എല്ലാ സർവീസസ് ലാൻഡിംഗ് പേജിൽ കാണിക്കണോ? ഒരു ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുത്താൽ മതിയോ? ഔട്ട്ലൈൻ കൊടുത്താൽ മതി. കംപ്ലീറ്റ്ലി കാണിക്കുമ്പോഴത്തേക്ക് അത് വലുതായി പോകില്ല. ഓക്കെ. അവർ ജസ്റ്റ് ആ 3 കാറ്റഗറി മാത്രം ഹൈലൈറ്റ് ചെയ്താൽ മതിയല്ലോ? അത് ഹൈലൈറ്റ് ചെയ്താൽ മതി. ശരി സാർ. ഓക്കെ. ഞാൻ പൈസ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ എങ്ങനെ ചെയ്തു വെച്ചതായിരുന്നു. അല്ല, ഏതൊക്കെ ക്യാമ്പയിൻസ് ചെയ്തു? ഞാനിപ്പോ ഡിസ്പ്ലേയും സെർച്ചും വീഡിയോയും ചെയ്തു. പക്ഷെ പെർഫോമൻസ് മാക്സിൽ എന്തോ കീവേഡ്സിൽ എന്തൊക്കെയോ എറർ വരുന്നുണ്ട്. കീവേഡ്സിൽ എറർ വന്നോ? ആ എറേഴ്സ് ഒന്ന് ഷെയർ ചെയ്ത് തരണം, എന്താ പറ്റിയെന്നുള്ളത്. ഓക്കെ. മറന്നുവല്ലേ? പറഞ്ഞു അനസ്. അഞ്ജു, എന്താണ് അവസ്ഥ? അഞ്ജു എവിടെ എത്തി? എന്താണ് അപ്ഡേറ്റ്? സർ, ഞാൻ ലാൻഡിംഗ് പേജ് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു, സാറിന് ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് പിന്നെ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു, ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് UPI ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ റൺ ചെയ്യാൻ തുടങ്ങിയില്ല, അത് കൺവേർഷൻ ട്രാക്കിംഗ് കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വിചാരിച്ചു. സെർച്ചും ഡിസ്പ്ലേയും ചെയ്തു. പിന്നെ സർ, ഡിസ്പ്ലേയുടെ ഇമേജ് റേഷ്യോ ഷെയർ ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ അത് ഇമേജ് ആഡ് ചെയ്യാറുണ്ട്, ബാക്കി ഡിസ്പ്ലേ സെറ്റ് ചെയ്തു. പിന്നെ വീഡിയോയും കൂടെ ചെയ്യാറുണ്ട്. പെർഫോമൻസ് മാക്സ് തുടങ്ങിയില്ല. ഇല്ല. സാർ, നമ്മള് പെർഫോമൻസ് മാക്സിൽ വീഡിയോ ഇട്ട് കൊടുക്കുമ്പോ അത് ഷോർട്സിന്റെ സൈസ് ആണോ ഇടേണ്ടത്? അതല്ലാതെ നമ്മളെ യൂട്യൂബ് സൈസ് അല്ല പറ്റൂല? യൂട്യൂബ് സൈസ് പറ്റുമല്ലോ. ആണോ? എന്തോ സൈസിൽ എറർ വന്നായിരുന്നു. ഞാൻ AI വെച്ചുകൊണ്ടാണ് ചെയ്തത് വീഡിയോ. അപ്പൊ ആ വീഡിയോ ഉണ്ടാകുമ്പോ എറർ കാണിക്കുകയാണ് ലാസ്റ്റ് റിവ്യൂല്. പക്ഷെ ആ വീഡിയോ കളഞ്ഞപ്പോ കുഴപ്പമില്ല, അതാ ഞാൻ ചോദിച്ചത്. യൂട്യൂബ് സൈസ് കുഴപ്പമുണ്ടാവില്ല, ഷോർട്ട് സൈസ് കാണുന്നില്ലല്ലോ. യൂട്യൂബ് സൈസിൽ നമ്മൾ ആ രീതിയിൽ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടല്ലോ, ഷോർട്ട് സൈഡ് മാത്രമല്ലല്ലോ റൺ ചെയ്യുന്നത്. ഏതായിരുന്നു സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ. പെർഫോമൻസ് മാക്സിൽ ഞാൻ സെയിൽസ് ആണെന്ന് തോന്നുന്നു, അവയർനെസ് ആണ് കൊടുത്തിരുന്നത്. ഓക്കെ. നോക്കാം, എന്തായാലും നോക്കാം. യെസ്. പ്രസീത, എന്താണ് അവസ്ഥ? എവിടെ എത്തി? സർ, ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഞാൻ സാറിന് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സെർച്ച് ക്യാമ്പയിനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും റൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഡിസ്പ്ലേയും വീഡിയോയും സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഒന്ന് പെട്ടെന്ന് നോക്കണേ. ഓക്കെ, ശരി. സഫ്രീൻ, എവിടെ എത്തി? സർ, 3 ആഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ആഡും ഡിസ്പ്ലേ ആഡും സെർച്ച് ആഡും ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് മാക്സ് തുടങ്ങിയിട്ടില്ല, ക്രിയേറ്റീവ്സും ചെയ്തിട്ടില്ല, റേഷ്യോസ് സെറ്റ് ആവാത്തോണ്ട്. ശൈല, എന്താണ് റിപ്പോർട്ട്? എന്താണ് അപ്ഡേറ്റ്? ഉണ്ടോ അവിടെ? ശൈല,
സംസാരിക്കാൻ പറ്റില്ല ചാറ്റിൽ പറഞ്ഞാലും മതി. ഓക്കെ 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 ഫൈൻ ഫൈൻ ഫൈൻ. സോ എനിവേ മാക്സിമം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അസൈൻമെന്റ് ട്രാക്കറൊക്കെ നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അസൈൻമെന്റ് ട്രാക്കർ പ്രോപ്പർ ആയിട്ട് ഫിൽ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ എനിവേ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ജസ്റ്റ് റീമാർക്കറ്റിംഗ് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടാവും. ആൻഡ് എന്താണ് റീമാർക്കറ്റിംഗ് എന്നുള്ളത്, എങ്ങനെയാണ് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ റീമാർക്കറ്റിംഗ്, അതായത് ഈ റീമാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ക്യാമ്പയിൻസ് റൺ ചെയ്ത് കഴിഞ്ഞു. ക്യാമ്പയിൻസ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്യാമ്പയിൻസ് റൺ ചെയ്തതിനു ശേഷം നമ്മളൊരു ന്യൂ ക്യാമ്പയിൻ, പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇപ്പം ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത ഓഡിയൻസ്, അതായത് നമ്മളെ കൺവേർട്ട് ആയ ഓഡിയൻസിനെ നമുക്ക് റീമാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മളെ പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനോടോ ഇൻട്രസ്റ്റ് കാണിച്ചതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പുതിയൊരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വേറെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് അവർ ആഡ് ടു കാർട്ട് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് മാത്രം എന്തായിപ്പോയി, അവർക്ക് വാങ്ങണ്ട, അല്ലെങ്കിൽ അത് ലാസ്റ്റിലേക്ക് എന്തെങ്കിലും ചെറിയ പേയ്മെന്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ പേയ്മെന്റിൽ എററോ കാര്യങ്ങളോ സംഭവിച്ചതിനെ കൊണ്ട് അവരെന്ത് ചെയ്തില്ല, നമ്മളുടെ ആഡ് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ലൈക്ക് നമുക്ക് ആ കാർട്ട് അബാൻഡേഴ്സിനെ മാത്രം, കാർട്ടിലെത്തി കാർട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഓഡിയൻസ് നമുക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആക്കി സെറ്റ് ചെയ്തതിനു ശേഷം അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പുതിയൊരു ക്യാമ്പയിൻസ് റൺ ചെയ്യാവുന്നതാണ്. സോ നമ്മളിപ്പം ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം നിങ്ങളിപ്പം സ്വിഗ്ഗിന്റെയോ അല്ലെങ്കിൽ സൊമാറ്റോന്റെയോ അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഫ്ലിപ്കാർട്ടോ ആമസോണോ ഈ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ കയറി, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്വിഗ്ഗിയിനകത്തൊക്കെ കയറിയിട്ടും ഫുഡ് പർച്ചേസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിയില്ല, അല്ലെങ്കിൽ സൊമാറ്റോയിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് ജസ്റ്റ് നോക്കിയിട്ട് ഇറങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കയറിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാണ്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പിന്നെ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഫ്ലിപ്കാർട്ടിന്റെയോ അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ ഈ ഒരു പറഞ്ഞ പോലെ സ്വിഗ്ഗിന്റെയോ അല്ലെങ്കിൽ സൊമാറ്റോന്റെയോ ഒക്കെ ആഡ്സ് നിങ്ങളെ യൂട്യൂബിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പൊ ഇൻഫീഡ് ആഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കിപ്പബിൾ ആയിക്കോട്ടെ, നോൺ സ്കിപ്പബിൾ ആയിക്കോട്ടെ, ആ രീതിയിൽ നിങ്ങൾക്ക് ആഡ്സ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കും. സോ റിപ്പീറ്റഡ്ലി ആ ആഡ്സ് വരാനുള്ള കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഗൂഗിളിന് അറിയാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. സോ നമ്മൾ ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ത് ചെയ്യും, നമ്മളെ ആ വെബ്സൈറ്റിൽ കയറിയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്വിഗ്ഗിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഇൻട്രസ്റ്റ് കാണിച്ച ആൾക്കാരെ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ആൾക്കാർ വെബ്സൈറ്റിൽ വന്നു, 10 ആൾക്കാരിൽ 4 ആൾക്കാർ മാത്രം പ്രൊഡക്റ്റ് വാങ്ങി, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാർട്ട് പേജിലെത്തി പോയി, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെങ്കിൽ ബാക്കിയുള്ള 6 ആൾക്കാരും പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് ഈ 6 പേരെയായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഈ 6 പേരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരെ നമുക്ക് നമ്മളെ ഓഡിയൻസ് സെഗ്മെന്റ്സിന്റെ അകത്തേക്ക് ഈ ഒരു എക്സ്ട്രാ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെയും കൂടി കൊണ്ടുവരാൻ പറ്റും. ഇനി പുതിയ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. അപ്പം കുറച്ചുകൂടി നമുക്ക് ഫിൽറ്ററിംഗ് പ്രോസസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ആക്ച്വലി ഒരു ഫണലിലേക്കാണ് പോകുന്നത്. അതായത് നമ്മളെ ആഡ്സ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ കയറിയിട്ട് കൺവേർട്ട് ആവാത്ത, ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് കൺവേർട്ട് ആവാത്ത ആൾക്കാരെ നമ്മളൊരു ഫണലിട്ട് എന്താ പറയാ, നമ്മൾ അവിടെ അരിച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ വീണ്ടും അവരെ ടാർഗറ്റ് ചെയ്ത് ആഡ്സ് കാണിച്ച്
നമ്മളെ വെബ്സൈറ്റിലേക്ക് കയറുന്ന ആൾക്കാരെ മാക്സിമം ഊറ്റി അവരൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഇന്റൻഷനോടെയാണ് നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. സോ റീമാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ആൾക്കാരാണ് ആവശ്യമുള്ളത്. ഒന്ന് ഗൂഗിൾ ആഡ്സിനെയാണ്, രണ്ടാമത് ടാഗ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ GTM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ നേരത്തെ ആ GTM എങ്ങനെയാണ് സൈറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണക്ട് മോർ സർവീസ് ഒക്കെ വെച്ചിട്ട് GTM കണക്ട് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൺസ് ഈ GTM വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കർ ആയിട്ടാണ് ആക്ച്വലി GTM വർക്ക് ചെയ്യുന്നത്. GTMന്റെ മെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കോഡുകൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ GTM നിൽക്കും. അപ്പം ഈ കോഡിന്റെ GTMലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഈ ഗൂഗിൾ ടാഗ് മാനേജർ ത്രൂ വെബ്സൈറ്റിലേക്ക് എത്തുന്നുണ്ടാവും. ഇനി നമുക്കൊരു വെബ്സൈറ്റിൽ നടന്നിട്ടുള്ള സ്പെസിഫിക് ആക്ഷൻസ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അനലിറ്റിക്സിലൊക്കെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നടുവിൽ GTM നിൽക്കും. അവിടെ അത് ത്രൂ ആയിരിക്കും ഈ സ്പെസിഫിക് ആക്ഷൻസ് ഒക്കെ ബട്ടൺ ക്ലിക്ക് ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി കൺവേർഷൻ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നടുവിൽ GTMന്റെ ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഗൂഗിൾ ആഡ്സിന്റെ അകത്തേക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്കിവിടെ GTMന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. ഒരു ബ്രോക്കർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് GTMന്റെ ആവശ്യമുണ്ട്. GTM ത്രൂ ആയിരിക്കും, GTM പറഞ്ഞു കൊടുക്കുന്ന വഴിയായിരിക്കും, നമുക്ക് പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കും GTM ത്രൂ നമുക്ക് ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിലൊരു ഡെമോ ആയിട്ട് എങ്ങനെയാണ് ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് അതിപ്പോ നിങ്ങൾ ചെയ്യേണ്ടതല്ല. നിങ്ങളിപ്പോ ആഡ് റൺ ചെയ്തതിനു ശേഷം പുതിയൊരു ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ഇപ്പൊ തന്നെ നമുക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്തിട്ടുള്ള ആഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓൾറെഡി ക്യാമ്പയിൻസ് റൺ ചെയ്ത അക്കൗണ്ടുകളിലൊക്കെ നിങ്ങൾക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ എങ്ങനെയാണ് ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് കയറിയതിനു ശേഷം നമ്മൾ ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് നമ്മുടെ ടൂൾസ് ആൻഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂൾസിന്റെ ഈ ഒരു ഓപ്ഷനിൽ ഷെയർഡ് ലൈബ്രറിന്റെ അണ്ടറിൽ ഓഡിയൻസ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ടാവും. ഷെയർഡ് ലൈബ്രറിന്റെ അണ്ടറിൽ ഓഡിയൻസ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ടാവും. ഈ ഓഡിയൻസ് മാനേജറിന്റെ അകത്ത് നമ്മൾ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യേണ്ട ആളുകളെ ഏത് ഓഡിയൻസ് സെഗ്മെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് റീമാർക്കറ്റിംഗ് സെഗ്മെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എവിടെ വന്നിട്ടുള്ള ആൾക്കാരെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ റീമാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അത് വെബ്സൈറ്റ് വിസിറ്റേഴ്സിനെയാണ് നമുക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട്, നമ്മൾ ലാൻഡിംഗ് പേജ് വിസിറ്റ് ചെയ്ത ആൾക്കാർ അല്ലെ, ഈ ലാൻഡിംഗ് പേജ് വിസിറ്റ് ചെയ്ത ആൾക്കാരെയാണ് നമുക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് വെക്കേണ്ടതെന്ന് വിചാരിക്കാം. നമ്മളൊരു ഷോപ്പിംഗ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റ് എന്നൊക്കെ വിചാരിക്കാം. അപ്പൊ നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാത്ത ആളുകളായിരിക്കും നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മളവിടെ ആ ഓഡിയൻസിനെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് ഇട്ട് വിളിക്കുകയാണ്. ജസ്റ്റ് റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ഓക്കെ എന്ന് പേര് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കസ്റ്റമർ ടൈപ്പ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കാണിക്കുന്നത്. ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? നമുക്ക് വെബ്സൈറ്റിൽ വന്നിട്ടുള്ള വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമറിനെയും ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റീമാർക്കറ്റ് ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ വന്നിട്ട് പർച്ചേസ് ചെയ്ത ആൾക്കാരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസേഴ്സിനെ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാം, റീമാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. പക്ഷെ പർച്ചേസ് ചെയ്ത ആൾക്കാരെ തന്നെ നമ്മൾ പിന്നെ റീമാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, അവർ കൺവേർട്ട് ആയി നമ്മളെ ക്ലയന്റ് ആയി കഴിഞ്ഞു.
ഇനി ഹൈ വാല്യൂ കൂടുതൽ നല്ല പൈസക്ക് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ റീമാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ വീണ്ടും വീണ്ടും ആഡ് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഹൈ വാല്യൂ കസ്റ്റമേഴ്സിനെ തന്നെ മാത്രം റീമാർക്കറ്റ് ചെയ്യാം. ഇനി നമ്മളെ വെബ്സൈറ്റിൽ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അതായത് ലാൻഡിംഗ് പേജിൽ നമ്മൾ ആഡ് വന്ന് ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്ത് അവർ വെബ്സൈറ്റിൽ കയറി ലാൻഡിംഗ് പേജിന്റെ അകത്ത് കയറി അവിടെ കുറച്ച് നേരം നോക്കി, പക്ഷെ എൻഗേജ്മെന്റ് ഒന്നും നടന്നില്ല. അതായത് ക്ലിക്കോ അല്ലെങ്കിൽ വലിയ സ്ക്രോളിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല. അവർ ജസ്റ്റ് വലിയൊരു എൻഗേജ്മെന്റ് ഒന്നും നടക്കാത്ത ഓഡിയൻസിനെ നമുക്ക് റീമാർക്കറ്റ് ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ചിട്ടാട്ടോ ഏത് ഓഡിയൻസിനാണ് റീമാർക്കറ്റ് ചെയ്യേണ്ടതുള്ളത്. അപ്പം നമുക്ക് ഡിസ്എൻഗേജ്ഡ് ഓഡിയൻസിനെ, അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ, കാർട്ട് അബാൻഡേഴ്സ് അല്ലെ, കാർട്ട് അബാൻഡേഴ്സിന് നമ്മൾ എപ്പോഴാ ടാർഗറ്റ് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. കാർട്ട് അബാൻഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക നമ്മള് അവര് വെബ്സൈറ്റിൽ വന്നു, നമ്മൾ അവര് പ്രൊഡക്റ്റ് ബൈ കാർട്ടിൽ വരെ ഇട്ടിച്ചു, കാർട്ടിൽ ഇട്ട് വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ എന്റെ കേസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റ് കാർട്ടിലുണ്ട്. അപ്പം ഈ കാർട്ടിൽ ഇട്ടിച്ച കുറെ ആൾക്കാരുണ്ടാവും. ഈ കാർട്ടിൽ ഇട്ടിച്ച ആൾക്കാരെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഒന്നുകിലും മറന്നുപോയതായിരിക്കാം. അതായത് നമ്മൾ ഒരു സമയം കാർട്ടിലിട്ട് വെക്കും, കാർട്ടിലിട്ട് വെച്ചിട്ട് നമുക്കൊരു ഓക്കെ നമുക്ക് ലൈക്ക് ഇതൊക്കെ കൂടി വാങ്ങാം, നമുക്കൊരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഫണ്ട് കൈമിൽ വരുമ്പോൾ വാങ്ങാന്ന് വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ ആ ഫണ്ട് വന്നു കഴിഞ്ഞാലും നമ്മളോട് മറന്നു പോയിട്ടുണ്ടാവും ഇങ്ങനെ സാധനമൊക്കെ കാർട്ടിലിട്ട് വെച്ചത് അല്ലെ. അപ്പൊ ഇങ്ങനെ കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ നിങ്ങളെ കേസിലാണെങ്കിൽ നിങ്ങളും ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പം നിങ്ങളെ ഫ്ലിപ്പിലും ആമസോണിലും ഒക്കെ കുറെ സാധനം കാർട്ടിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ടാവും. അത് വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, അപ്പൊ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ കാർട്ടിലിട്ട് വെച്ച് പോകുന്നതായിരിക്കും അല്ലെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് പർച്ചേസ് ചെയ്യാൻ അപ്പൊ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യും, എന്തായാലും നമ്മൾ ഇനിയിപ്പോ ആദ്യം തരേണ്ട അല്ലെങ്കിൽ ആ നല്ല സാധനങ്ങളൊക്കെ കണ്ടാൽ നേരെ പോയി കാർട്ടിലെടുത്തിടും. ഈ കാർട്ടിലെടുത്തിടുന്ന ആൾക്കാർക്ക് ഇത് വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അത്യാവശ്യം ലൈക്ക് അവർ മേ ബി പേയ്മെന്റിന്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാല് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യമുള്ളതുകൊണ്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ആ കസ്റ്റമേഴ്സ് ആയിരിക്കും. ഈ കാർട്ട് അബാൻഡേഴ്സിനൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവരെ നമ്മള് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കാർട്ടിൽ ഇട്ടിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഇവര് വരുന്ന യൂട്യൂബ് വീഡിയോന്റെ അകത്തും അല്ലെങ്കിൽ ഇവര് കയറുന്ന യൂട്യൂബ് വീഡിയോസിന്റെ ചാനൽസിന്റെ അകത്തും ഇവർ കയറുന്ന വെബ്സൈറ്റിന്റെ അകത്തും ഒക്കെ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മളെ പ്രൊഡക്റ്റിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓർമ്മ വരും, ഞാൻ ഇങ്ങനെ ഒരു സാധനം കാർട്ടിൽ എടുത്തിട്ടുണ്ട്, ഇതെനിക്ക് പർച്ചേസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. സോ അവിടെ നമ്മൾ ഡിസ്പ്ലേ ആഡും വീഡിയോ ആഡും ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഓഡിയൻസിനെ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, കാർട്ട് അബാൻഡേഴ്സിനെ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഓഡിയൻസിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ആഡ് കാണിക്കുന്നുണ്ടാവുക. അപ്പം അവരെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ആഡ് വരുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പൊ നമുക്ക് അങ്ങനെ കാർട്ട് അബാൻഡേഴ്സിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം നമ്മളിവിടെ ഓൾ കസ്റ്റമേഴ്സിനെ റീമാർക്കറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാ കസ്റ്റമേഴ്സിനെയും റീമാർക്കറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ കാർട്ട് അബാൻഡേഴ്സിനല്ല, അതായത് പർച്ചേസ് ചെയ്ത ആൾക്കാരല്ല, അങ്ങനെ എല്ലാവരും കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റീമാർക്കറ്റ് ചെയ്യുകയാണെന്നുള്ളത് നമ്മൾ അവിടെ ഉറപ്പിച്ചു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പർച്ചേസേഴ്സ്, ആ ഹൈ വാല്യൂ കസ്റ്റമേഴ്സ്, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരൊക്കെ നമുക്ക് റീമാർക്കറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഓഡിയൻസിനെ മാത്രം റീമാർക്കറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് റീമാർക്കറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ തൽക്കാലം എന്ത് ചെയ്യാണ്, എല്ലാവരെയും റീമാർക്കറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവിടെ ഓൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ, അങ്ങനെ ഓൾ കസ്റ്റമേഴ്സ് എല്ലാവരും എനിക്ക് റീമാർക്കറ്റ് ചെയ്യാനുള്ളത്. ഇനി വിസിറ്റേഴ്സ് ഓഫ് വെബ് പേജസ്, അതായത് വെബ് പേജിൽ വിസിറ്റ് ചെയ്ത എല്ലാവരെയും, അല്ലെങ്കിൽ അതിന്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ സ്പെസിഫിക് ടാഗ്സ്, വിസിറ്റേഴ്സ് ഓഫ് പേജ് വിത്ത് സ്പെസിഫിക് ടാഗ്സ്, അതായത് ഏതെങ്കിലും സ്പെസിഫിക് ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും ആക്ഷൻ എടുത്ത ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വന്ന വിസിറ്റേഴ്സിന് മാത്രം, അതായത് എല്ലാവരെയും വെബ്സൈറ്റിൽ വന്നിട്ടുള്ള എല്ലാ വിസിറ്റേഴ്സിനെയും ടാർഗറ്റ് ചെയ്യാന്നുള്ള രീതി നമുക്ക് അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അത് തൊട്ട് താഴെ നമുക്കൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, ഇൻക്ലൂഡ് പീപ്പിൾ ഹു ഹാവ് ടേക്കൺ ദ ആക്ഷൻ. അവിടെ ആക്ഷൻ വെബ് പേജ് വിസിറ്റ് ആണ്. ആ വെബ് പേജ് വിസിറ്റ് ഇൻ ദ പാസ്റ്റ് 30 days നമ്മൾ ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്ക് അവിടെ ഡിസൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 30 ദിവസത്തിൽ വന്ന ആ വെബ്സൈറ്റ് വിസിറ്റേഴ്സിനെ കംപ്ലീറ്റ്ലി നമുക്ക് റീമാർക്കറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ വെബ്സൈറ്റിൽ വിസിറ്റേഴ്സ് വന്നിട്ടുള്ള എല്ലാ ഓഡിയൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഡിസൈഡ് ചെയ്യാം. അല്ല, നമുക്ക് അത്രയും ടൈമുള്ള ഓഡിയൻസ് ഒന്നും വേണ്ട, കഴിഞ്ഞ 10 ദിവസം എന്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഓഡിയൻസിനെയും ഒന്നുകൂടെ ഞാൻ ആഡ് കാണിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. അല്ല, എനിക്ക് ഇതിന് കുറച്ച് ദിവസം കൂടുതൽ, കഴിഞ്ഞ 90 ദിവസം എന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള എല്ലാ ഓഡിയൻസിനെയും ഞാൻ റീമാർക്കറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് 90 ദിവസം വന്നിട്ടുള്ള ഓഡിയൻസിനെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ടാവും, ഞാൻ എന്റെ ആഡ് റീമാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവിടെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് സെഗ്മെന്റ്സിന്റെ അകത്ത് ഈ ഒരു റീമാർക്കറ്റിംഗ് ഓഡിയൻസ് വന്ന് കിടക്കുന്നുണ്ടാവും. ഇവരെ മാത്രം സെലക്ട് ചെയ്യും ഞാൻ. അതായത് നമ്മൾ വേറെ ഓഡിയൻസ് സെഗ്മെന്റ്സ് ഒന്നും സെലക്ട് ചെയ്യുന്നപ്പോൾ നമുക്ക് ഇൻമാർക്കറ്റ് ഉണ്ട്, അഫിനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽ ഡെമോഗ്രാഫിക്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസ് സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ 3 ഓഡിയൻസ് സെഗ്മെന്റ്സും യൂസ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ സിംഗിൾ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ സെലക്ട് ചെയ്തിട്ട് അവരെ മാത്രം കാണിക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആഡുകൾ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന ആഡുകൾക്കും ഡിഫറൻസ് വേണേ. അതായത് നമ്മളെപ്പോഴും നമ്മളെ വെബ്സൈറ്റിൽ എത്തി പർച്ചേസ് ചെയ്യാണ്ട് പോയ ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും വീഴാൻ ചാൻസ് ഉണ്ട്. ഒരു കാരണം അവർക്ക് അതിനോടുള്ള മൈൻഡ് ഉണ്ട്. രണ്ടാമത്തെ കാരണം ലൈക്ക് അവർ ഓൾറെഡി പർച്ചേസിങ്ങിന്റെ നമ്മൾ പറയില്ലേ, നാവിന്റെ തുമ്പത്തെത്തി എന്നൊക്കെ പറയില്ലേ, അതേപോലെ പർച്ചേസ് ചെയ്യാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആൾക്കാരാ, എന്തോ ഒരു റീസൺ കൊണ്ടാണ്. അപ്പം അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിയേറ്റീവ്സിനും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈക്ക് വീഡിയോസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, അതിനൊക്കെ കുറച്ച് പ്രത്യേകത ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഗിവ് അവേ ഒക്കെ കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസും അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റിംഗ്, ആ രീതിയിൽ നമ്മൾ കുറച്ചുകൂടി അവരെ അട്രാക്ട് ചെയ്യുന്ന ആഡുകൾ റീമാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവർ കൺവേർട്ട് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനെ ഡിസ്പ്ലേ ആഡ്സും വീഡിയോ ആഡ്സിലും നമ്മൾ ഏതെങ്കിലും നമ്മൾ യൂഷ്വലി നമ്മൾ റൺ ചെയ്യുന്ന വീഡിയോ ആഡ്സും അതുപോലെ തന്നെ ഡിസ്പ്ലേ ആഡ് റൺ ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആഡ്സ് ആണ് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ അരിപ്പയിലിട്ട് പോലെ അരിച്ചെടുക്കാൻ പറ്റും. ഫിൽട്ടർ ചെയ്തിട്ട് അവർ ഓരോരുത്തരെയും നമ്മളെ കൺവേർട്ടേഴ്സ് ആക്കിയിട്ട് മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് എത്ര ദിവസം മുന്നുള്ള ഓഡിയൻസിനെയാണോ, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ ഏത് ഓഡിയൻസിനാണോ നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അവിടെ റിഫൈൻ ആക്ഷൻ എന്ന് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റിഫൈൻ ആക്ഷനിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ URL കൊടുക്കാം. അതായത് ഇപ്പൊ ഞാൻ CD അക്കാഡമിന്റെ URL കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ CD അക്കാഡമിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ആ ഒരു പേജിൽ വന്നിട്ടുള്ള വിസിറ്റേഴ്സിനെ ആയിരിക്കും കൂടുതൽ, ആ CD അക്കാഡമി എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ അകത്ത് വന്നിട്ടുള്ള ആൾക്കാരെയായിരിക്കും എനിക്ക് കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതായത് ആ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഓഡിയൻസിനെ ആയിരിക്കും എനിക്ക് ഞാൻ റീമാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. ആ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള പാസ്റ്റ് 30 ദിവസം, ലാസ്റ്റ് 30 ദിവസത്തിൽ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഓൾ കസ്റ്റമേഴ്സ് ആണ്. നമ്മളിവിടെ ഓൾ കസ്റ്റമേഴ്സിന് പകരം മറ്റേ ഏതെങ്കിലും ഡിസെൻഗേജ്ഡ് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ CD അക്കാഡമിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള വെബ്സൈറ്റിൽ, അതായത് ആഡ് ത്രൂ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ കൺവേർട്ട് ആയിട്ടുമില്ല, നമ്മുടെ വെബ്സൈറ്റിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും എടുത്തില്ല, പക്ഷെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ. സോ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്ത് അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ലാൻഡിംഗ് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ വീണ്ടും ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്എൻഗേജ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ വീണ്ടും നമുക്ക് അവിടെ ഫിൽട്ടർ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ആഡ് കാണിക്കാവുന്നതാണ്. മേ ബി അവർ എൻഗേജ് ആവാൻ ചാൻസ് ഉണ്ട്, മേ ബി അവർ നമ്മളെ കസ്റ്റമേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് അവിടെ നമുക്ക്
സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അവിടെ ഓർ ആൻഡ് എന്ന് പറഞ്ഞ ആക്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും എക്സ്ട്രാ പുതിയ പേജിലേയും കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ പേജിലും കൂടി വന്നിട്ടുള്ള വിസിറ്റേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഹോം അല്ലാണ്ട് മെയിൻ പേജ് അല്ലാണ്ട് ആ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും പേജിലൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ സ്ലഗ് ഒക്കെ വെച്ചിട്ടുള്ള പേജ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്നർ പേജസ് ആണ്, വെബ്സൈറ്റിനകത്തുള്ള വേറെ പേജ് ഒക്കെ ആണെങ്കിൽ അവരെയും ടാർഗറ്റ് ചെയ്ത് നമുക്ക് അവരെയും നമ്മൾ അവിടെ വന്നിട്ടുള്ള ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാം? റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അവിടെ നമുക്ക് എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവരെ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? റീമാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. അതായത് CD അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? റീമാർക്കറ്റ് ചെയ്യാം. ഇനി വേറൊരു കേസ് നോക്കി നോക്കിയേ. എപ്പോഴാണ് എക്സ്ക്ലൂഡ് ഓപ്ഷൻ ഞാൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്ക്ലൂഡ് ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക CD അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ വന്നിട്ട് എനിക്ക് CD അക്കാഡമി എന്ന് പറഞ്ഞ പേജിന്റെ അകത്ത് നിന്നുള്ള ഏതെങ്കിലും കൺവേർഷൻ ആക്ഷൻ ക്ലിക്ക് ചെയ്ത ആള്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ CD അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോണ്ടാക്ട് ഫോം ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലേക്ക് പോവുകയാണെന്ന് വെച്ചോ. ഓക്കെ, അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലേക്ക് പോവുകയാണെന്ന് വെച്ചോ. അപ്പം താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ പോവാണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു ലീഡ് ഫോമോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഫോം, CD അക്കാഡമിന്റെ അകത്തുള്ള ഒരു കോണ്ടാക്ട് ഫോം ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മളെ പേരും നമ്മളെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്മിറ്റഡ് എന്ന് പറഞ്ഞൊരു പേജിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആരെ റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും ഈ ഒരു താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷനിൽ CD അക്കാഡമി എല്ലാ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാ ഓഡിയൻസിനെയും നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തത് കൂടെ നമ്മൾ അവിടെ ചെയ്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, CD അക്കാഡമിന്റെ വെബ്സൈറ്റിൽ വന്ന വിസിറ്റേഴ്സിന്റെ അകത്ത് നമ്മളെ കോണ്ടാക്ട് ഫോം അല്ലെങ്കിൽ നമ്മുടെ ലീഡ് ഫോം സബ്മിറ്റ് ചെയ്തപ്പം താങ്ക് യു എന്ന് പറഞ്ഞ പേജിലേക്ക് പോയിട്ടുള്ള ആ ഒരു ഓഡിയൻസിന് എന്ത് ചെയ്യാം? ആ ഓഡിയൻസിനെ എനിക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. എക്സ്ക്ലൂഡ് പീപ്പിൾ ഹു ഹാവ് ടേക്കൺ ദ ഫോളോവിങ് ആക്ഷൻ. അതായത് എന്റെ താങ്ക് യു പേജിൽ, അതായത് CD അക്കാഡമിന്റെ താങ്ക് യു പേജിൽ എത്തിയ ആൾക്കാരൊക്കെ ആരായിരിക്കും? ഈ ലീഡ് ഫോം സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കും. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 ആൾക്കാർ CD അക്കാഡമിന്റെ ഈ ഒരു പേജിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 10 ആൾക്കാരെ റീമാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 10 ആൾക്കാരിൽ കോണ്ടാക്ട് ഫോം പേജ് സബ്മിറ്റ് ചെയ്ത് താങ്ക് യു പേജിൽ എത്തിയിട്ടുള്ള ഒരു 4 ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കുറച്ചിട്ട് ഈ ടോട്ടൽ 10ന്റെ അകത്തുനിന്ന് ഈ 4 എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് ബാക്കി 6 ആൾക്കാരെ മാത്രം എന്താക്കിയാൽ മതി? റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് വേറെ കേസിലുണ്ട്. ഇപ്പം നമ്മളിപ്പോ ടേസ്റ്റി ഫുഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് URL, ടെസ്റ്റ് പ്രൊഡക്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്നൊരു URL ഉണ്ടാവല്ലേ? ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന URL ഉണ്ടാവല്ലേ? ഒരു ബൈ ചെയ്ത് അല്ലെങ്കിൽ കാർട്ടിൽ ആഡ് ചെയ്തു ബൈ ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഒരു URL. ആ URL നമ്മളിവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേസ്റ്റി ഫുഡിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. ടേസ്റ്റി ഫുഡിനാണ് ഡെമോ കാണിക്കുകയാണ്. അപ്പൊ ടേസ്റ്റി ഫുഡിന്റെ വെബ്സൈറ്റിൽ കയറി എല്ലാവരും നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട, കയറിയിട്ട് നമുക്ക് ആ URL കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു URLിലേക്ക് അല്ലെങ്കിൽ ഒരു പേജിലേക്ക് അവർ എത്തുന്നുണ്ടാവും. ആ പേജിന്റെ URL നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടേസ്റ്റി ഫുഡിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിഫൈ സ്റ്റോറിലെത്തിയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാത്ത എല്ലാ ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാം, അതായത് വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് എല്ലാവരെയും വീണ്ടും ടാർഗറ്റ് ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക്
ആ എല്ലാരെയും ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ആരെ ടാർഗറ്റ് ചെയ്യാം? നമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ലീഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചിട്ട് നമ്മുടെ ലീഡ് ആവാത്ത നമ്മുടെ പ്രൊഡക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ഞാൻ അവിടെ ആക്ഷൻസിന്റെ അകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇവിടെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ക്രിയേറ്റ് ആയി. സോ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ഗൂഗിൾ ആഡ്സിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിനോട് ഇവരെ തന്നെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് നമുക്ക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസ് സെഗ്മെന്റ്സിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ പല സ്ഥലത്തും ഇടയിൽ ഒരാളെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ ആളുടെ പേരായിരുന്നു ഗൂഗിൾ ടാഗ് മാനേജർ എന്നുള്ളത്. സോ ടാഗ് മാനേജർ വഴി നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ക്യാമ്പയിൻസിന്റെ അകത്ത് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പം റീമാർക്കറ്റിംഗ് ഓഡിയൻസിന്റെ അല്ലെങ്കിൽ ഓഡിയൻസ് സെഗ്മെന്റ്സിന്റെ കൂടെ എന്ത് ചെയ്യണം, ഈ ഒരു റീമാർക്കറ്റിംഗ് ഓഡിയൻസ് എന്ന് പറഞ്ഞ സെഗ്മെന്റും കൂടി ആഡ് ചെയ്യണം എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ ഗൂഗിൾ ടാഗ് മാനേജർ കണക്ട് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ? അല്ലെ, പറഞ്ഞിട്ടില്ലായിരുന്നോ? പോയോ? യെസ്, ഓക്കെ, യെസ്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടാഗ് മാനേജർ കണക്ട് ചെയ്തിട്ടുള്ള സെയിം മെയിൽ ഐ ഡിയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഈ ഒരു ഗൂഗിൾ മാർക്കറ്റിംഗ് ഫോം അല്ലെങ്കിൽ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ടാവും. നമ്മൾ ഈ ടാഗ് മാനേജർ കയറാം. ടാഗ് മാനേജർ കയറി കഴിഞ്ഞാൽ അഡ്മിനിലേക്ക് പോകുമ്പോൾ ഇവിടെ വർക്ക് സ്പേസിൽ നമ്മളെ ഏത് അക്കൗണ്ട് ആണോ അത് അവിടെ ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ടാവും. അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ടാവും. സോ ആ കണ്ടെയ്നർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മള് ഇനി ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് പലതരം ഓപ്ഷൻ ഉണ്ട് ടാഗ് മാനേജറിന്റെ അകത്ത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ നമ്മള് ടാഗ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക, പുതിയ ടാഗ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ടാഗിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്, റീമാർക്കറ്റിംഗ് ഓഡിയൻസ്. ഇത് ചെയ്യുന്നത് എന്തിനാന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഗൂഗിൾ ആഡ്സിൽ ആ ഒരു റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ നമ്മൾ ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് നമ്മൾ പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ലാണ്ട് നമ്മൾ ഇവിടെ ഈ ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇങ്ങനെ ഒരു റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓഡിയൻസ് സെഗ്മെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഞാൻ ആ പേര് കൊടുത്തു ടാഗ് മാനേജറിന്, റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആണ് ആ ടാഗിന്റെ പേര്. ടാഗിന്റെ പേര് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ടാഗ് കോൺഫിഗറേഷൻ ഉണ്ടാവും. ആൻഡ് ടാഗ് കോൺഫിഗറേഷനും ട്രിഗറിങ്ങും ഉണ്ടാവും. ടാഗ് കോൺഫിഗറേഷനും ട്രിഗറിങ്ങും ഉണ്ടാവും. ഈ ടാഗ് കോൺഫിഗറേഷന്റെ അകത്ത്, ഈ ടാഗ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആഡ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ട്രിഗറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ആക്ഷൻ നടക്കേണ്ടത് എന്നുള്ളത്. ടാഗ് കോൺഫിഗറേഷൻ വാട്ട്, ട്രിഗറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ എന്നുള്ളതാണ്. ഓക്കെ, സോ ടാഗ് കോൺഫിഗറേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു, എന്താണ് ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയൻസിനെയാണ്. ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയൻസിനാണ്. സോ ഈ ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയൻസിനാണ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് എന്നുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് കസ്റ്റം കോഡുകളൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റം HTML എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ കൺവേർഷൻ ഒക്കെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് നമുക്ക് കൺവേർഷൻ ലിങ്കർ യൂസ് ചെയ്യാം. ആൻഡ് കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും യൂസ് ചെയ്യുന്നുണ്ടാവും.
ആൻഡ് അതേപോലെ തന്നെ വേറെ കേസസിലൊക്കെ നമുക്ക് ഓരോന്നിനെയും ചൂസ് ചെയ്യാവുന്നതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ അതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ടാഗ് കോൺഫിഗറേഷനിൽ നമ്മളിപ്പോ ചൂസ് ചെയ്യുന്നത് കസ്റ്റം HTML അല്ല, നമ്മളിപ്പോ ചൂസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയൻസിനെയാണ്. നമുക്ക് ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോടൊരു കൺവേർഷൻ ID ചോദിക്കുന്നുണ്ടാവും. നമ്മളോടൊരു കൺവേർഷൻ ID ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, സോ കൺവേർഷൻ ID ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം ഈ ഒരു ഡാഷ്ബോർഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ ഡാഷ്ബോർഡിൽ എവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൺവേർഷൻ ID ചോദിക്കുന്ന സമയത്ത് ഈ ടൂൾസിന്റെ അകത്ത് ഓഡിയൻസ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കാണാൻ പറ്റില്ല, ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടി അഡീഷണലി ഉണ്ടാവും. ഡാറ്റ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടി അഡീഷണലി ഉണ്ടാവും. ഈ ഡാറ്റ സോഴ്സസിന്റെ അകത്ത് നമുക്ക് ടാഗ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിന്റെ അകത്ത് നമുക്കൊരു കൺവേർഷൻ ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കൺവേർഷൻ ID കാണാൻ പറ്റും. ഡാറ്റ സോഴ്സിന്റെ അകത്താണ്. ഡാറ്റ സോഴ്സിന്റെ അകത്ത് ടാഗ് മാനേജർ സെറ്റപ്പിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കൺവേർഷൻ ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാണാൻ പറ്റും. സോ ആ കൺവേർഷൻ ID കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അവിടെ കൊടുക്കുക, ഈ ഒരു സെക്ഷനിൽ കൊടുക്കുക. അവിടെ ഡാറ്റ സോഴ്സിലുള്ള ടാഗ് മാനേജറിലുള്ള ആ ഒരു കൺവേർഷൻ ID കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ആ കൺവേർഷൻ ID ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കൺവേർഷൻ ID ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ എവിടെയാണ് ആക്ഷൻ നടക്കേണ്ടത്, നമ്മൾ വെബ്സൈറ്റിന്റെ അകത്തുള്ള പേജിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഓൾ പേജ് എന്ന് പറയും. അതായത് വെബ്സൈറ്റിന്റെ അകത്തുള്ള എല്ലാ പേജിനെയും നമ്മൾ എന്ത് ചെയ്യണം, റീമാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അവിടെ വരുന്ന എല്ലാ വിസിറ്റേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യണം, റീമാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്തു, അവിടെ ഓൾ പേജസ് കൊടുത്തു. ദെൻ ട്രിഗറിംഗ് അല്ല, ഓൾ പേജസ് ഇപ്പോഴും കൊടുക്കുക. ട്രിഗർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആക്ഷൻ നടക്കേണ്ടത്, അതായത് റീമാർക്കറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏത് സ്ഥലത്താണ് റീമാർക്കറ്റ് ചെയ്യേണ്ടത്, എന്ത് വെച്ചിട്ടാണ് നമുക്ക് റീമാർക്കറ്റ് ചെയ്യേണ്ടത്. അപ്പൊ റീമാർക്കറ്റ് ചെയ്യേണ്ടത് നമുക്ക് വെബ്സൈറ്റ് മൊത്തം വെച്ചിട്ട് നമുക്ക് റീമാർക്കറ്റ് ചെയ്യണം. അപ്പൊ ട്രിഗറിംഗിൽ നമ്മൾ ഓൾ പേജസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുത്തു, സേവ് ചെയ്തു. അവിടെ കൺവേർഷൻ ID കൊടുത്താലേ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് കൺവേർഷൻ ID കൊടുക്കണം എന്തായാലും നിർബന്ധമായിട്ടും. സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് അവിടെ ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാമ്പയിന്റെ കൂടെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് അവിടെ ഓഡിയൻസ് സെഗ്മെന്റ്സിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആഡ് ആയിക്കോട്ടെ, സെർച്ച് ആഡുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോ ആഡുകൾ ആയിക്കോട്ടെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യാൻ പറ്റും. സോ പെട്ടെന്ന് ഒറ്റയടിക്ക് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്നത് റിപ്പീറ്റ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് പറഞ്ഞുതരാം. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ എന്തായിരുന്നു സംഭവം എന്നുള്ളത്. ഞാൻ ഈ ടൂൾസ് ഒക്കെ നിങ്ങൾ മേ ബി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ടാഗ് മാനേജർ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പം കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവുമെന്ന്, അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ അത് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സോ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെയാണ്. ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ഫ്യൂച്ചറിൽ നിങ്ങൾ പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഹെൽപ്പ് ചെയ്യും. കാരണം വൺസ് നിങ്ങൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ ത്രൂ നിങ്ങളുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ട് കൺവേർട്ട് ആവാത്ത ഓഡിയൻസിനെയും വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ കംപ്ലീറ്റ്ലി റീമാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ അടുത്തൊരു ക്യാമ്പയിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അക്കൗണ്ട് ലെവൽ ഉണ്ട്, ക്യാമ്പയിൻ ലെവൽ ഉണ്ട്, അല്ലെ, പിന്നെ ആഡ്സ് ലെവലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ലെവലിലല്ല, നമ്മളെ ക്യാമ്പയിൻ ലെവലിലൊക്കെ നമുക്ക് എന്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ടാർഗറ്റിംഗിന്റെ അകത്ത് ഓഡിയൻസ് സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം ഇൻ മാർക്കറ്റ്, അതുപോലെ തന്നെ അഫിനിറ്റി, ഡീറ്റെയിൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയൻസ് സെഗ്മെന്റ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടി നിങ്ങൾക്ക് ഓഡിയൻസ് സെഗ്മെന്റ്സിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ആവുന്നുണ്ടാവും. ഈ നിങ്ങൾ പുതിയൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത്
ഈ ഒരു റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പയിൻസും ആഡ്സും റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രാറ്റജിയാണ് അല്ലെ. നമ്മളെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നിട്ട് അല്ലെ ക്ലിക്ക് ചെയ്ത് പൈസ പോക്കി നമ്മളെടുത്ത് വന്ന ആളാണ് അവര്. അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയൻസ് ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലീഡായിട്ടോ അവർ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരിനി എവിടെ പോയി കഴിഞ്ഞാലും ആ ആഡ് അവരെങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാം. സോ ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും നിങ്ങൾ എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ കാർട്ടിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെബ്സൈറ്റിലൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആഡ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. സോ ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റീമാർക്കറ്റിംഗ് അവർ കയറാൻ സാധ്യതയുള്ള ചാനൽസിലൊക്കെ നമുക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആഡ് റൺ ചെയ്യാൻ പറ്റും. അതാണ് സ്വിഗ്ഗിന്റെ കേസിലും സൊമാറ്റോന്റെ കേസിലും ഒക്കെ നടക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ആ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണം. അത് ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസിന്റെ ഓപ്ഷൻ നമുക്ക് അവിടെ വരണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നടുക്ക് നിൽക്കുന്ന ബ്രോക്കർ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. GTM എന്നറിയപ്പെടും, ടാഗ് മാനേജർ എന്നറിയപ്പെടും. എക്സ്ട്രാ ആയിട്ട് ഔട്ട്സൈഡിലുള്ള കോഡുകൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാനും വെബ്സൈറ്റിന്റെ അകത്ത് നടക്കുന്ന കൺവേർഷൻസോ അല്ലെങ്കിൽ ക്ലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വെബ്സൈറ്റിൽ അനലിറ്റിക്സിന്റെ അകത്തേക്കൊക്കെ ട്രാക്ക് ചെയ്യാനും കൺവേർഷൻസ് ട്രാക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ടാഗ് മാനേജർ എന്നുള്ളത്. സോ ഇതേപോലെ ഇവിടെ ഒരു ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് നമുക്ക് ആ ഒരു റീമാർക്കറ്റിംഗ് ഓഡിയൻസിന്റെ സെഗ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടാഗ് മാനേജറിനെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത്, ജസ്റ്റ് ഒന്നുകൂടി പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മൾ ഷെയർഡ് ലൈബ്രറിയിൽ ടൂൾസിന്റെ അകത്ത് നമുക്ക് ഷെയർഡ് ലൈബ്രറിന്റെ അണ്ടറിലാണ് ഓഡിയൻസ് മാനേജർ ഉള്ളത്. ഓഡിയൻസ് മാനേജറിലായിരുന്നു നമ്മൾ ആ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഞാൻ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കാനുള്ള കാരണം പീപ്പിൾ ഹു വിസിറ്റഡ് യുവർ വെബ്സൈറ്റ് ഓർ ലാൻഡിംഗ് പേജ്, നമ്മുടെ ലാൻഡിംഗ് പേജ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റീമാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അവിടെ യൂട്യൂബ് യൂസേഴ്സ് ഉണ്ട്, ആപ്പ് യൂസേഴ്സ് ഉണ്ട്, പീപ്പിൾ ഹു ഹാവ് ഇന്ററാക്ടഡ് വിത്ത് യൂട്യൂബ് ചാനൽ ഓർ വീഡിയോസ്. നമുക്ക് യൂട്യൂബ് ചാനൽ ഓർ വീഡിയോസ് വെച്ചിട്ട് ഇന്ററാക്ട് ചെയ്ത ആൾക്കാരെ റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും അല്ലെ. ഇനി അവിടെ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ജസ്റ്റ് ഒരു പേര് കൊടുത്താൽ മതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തു. ആൻഡ് കസ്റ്റമർ ടൈപ്പിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെബ്സൈറ്റിലെ ടോട്ടൽ ഓൾ കസ്റ്റമേഴ്സ്, വെബ്സൈറ്റിൽ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും എന്നാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഓൾ കസ്റ്റമേഴ്സിന്റെ കസ്റ്റമർ ടൈപ്പ് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓപ്ഷണൽ ടു, നമുക്ക് അവിടെ വേണമെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് വേണ്ടെങ്കിൽ കൊടുക്കാണ്ട് നിൽക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് യൂസ് ചെയ്യേണ്ടത് ആക്ച്വലി. അപ്പോൾ ഞാൻ ഓൾ കസ്റ്റമേഴ്സ് എന്നുള്ള രീതി കൊടുക്കാണ്. സോ ഓൾ കസ്റ്റമേഴ്സ് കൊടുത്തു. ദെൻ വിസിറ്റേഴ്സ് ഓഫ് വെബ് പേജസും ആൻഡ് ടാഗ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ വെബ്സൈറ്റ് നടത്തിയിട്ടുള്ള എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണോ, പേജിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇൻക്ലൂഡ് പീപ്പിൾ ഹു ഹാവ് ടേക്കൻ ദ ഫോളോയിങ് ആക്ഷൻ. നമ്മളെ ഏത് ആക്ഷൻസ് ചെയ്ത ആൾക്കാരെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ചോദിച്ച സമയത്ത് നമുക്ക് അവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഇൻ ദ പാസ്റ്റ് 30 days അല്ലെ. അതായത് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആൾക്കാരിൽ എത്ര ദിവസം മുന്നേ ഉള്ള ആൾക്കാരെയാണ് നിങ്ങൾക്ക് റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു 30 days കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എനിക്ക് തോന്നുന്നില്ല ഈ 90 days കുറെ ദിവസമായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു 3 മാസം മുന്നേ ഒക്കെ നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആള് ചിലപ്പോൾ എന്താ ചാൻസ് ഉണ്ട്, ഓൾറെഡി കൺവേർട്ട് ആയിട്ട് വേറെ ആരുടെയും ക്ലയന്റ് ഒക്കെ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ ആ വെബ് പേജ് വിസിറ്റേഴ്സ് കുറച്ച് അടുത്തുള്ള ആൾക്കാരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ്, അതായത് ഇതിനു മുന്നേ കുറച്ച് ദിവസം മുന്നേ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും എപ്പോഴും അതായത് ഫ്രഷ് ആയ ആൾക്കാരാണ്. ഇപ്പൊ എനിക്ക് ഇവിടെ 5 ദിവസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അവർ കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ 2 ഓപ്ഷൻ കേട്ടോ. ഈ 5 ദിവസം ആയിട്ടേ ഉള്ളൂ, അവരുടെ അടുത്ത് ഇപ്പോഴും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സാധ്യത ഉണ്ടാവില്ല, ലീഡ് ആവാനുള്ള സാധ്യത ഉണ്ടാവില്ല. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഈ 30 days കൊടുക്കുകയാണെങ്കിൽ മേ ബി അവരുടെ അടുത്ത്
ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള അല്ലെങ്കിൽ സർവീസ് വാങ്ങാനുള്ള പേയ്മെന്റ് ആയിട്ടുണ്ടാവാം. അങ്ങനെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം. അല്ല ഈ 5 ദിവസമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പം മറന്നുപോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഓർമ്മ ഒന്ന് പുതുക്കിയിട്ട് പെട്ടെന്ന് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ദിവസത്തിനിടയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി റിഫൈൻ ആക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള പേജിന്റെ അകത്ത് ഏതാണ് ആ ലാൻഡിംഗ് പേജ് കൊടുക്കാനുള്ള സ്ഥലമാണ് അത്. സോ ലാൻഡിംഗ് പേജ് കൊടുക്കാനുള്ള സ്ഥലം നമുക്ക് അവിടെ ഉണ്ട്. നമ്മൾ ലാൻഡിംഗ് പേജ് കൊടുത്തു. ഈ ലാൻഡിംഗ് പേജിൽ വരുന്ന ആൾക്കാരെ മൊത്തമായിരുന്നു നമ്മൾ എന്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരായിരിക്കും നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. ഇനി എക്സ്ട്രാ പേജസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു പേജ് ഇല്ലാണ്ട്. ഇനി എക്സ്ക്ലൂഡ് പീപ്പിൾ ഹു ഹാവ് ടേക്കൺ ദ ഓപ്ഷൻ. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ആക്കാം. അതായത് ഈ സെക്ഷനിൽ ഞാൻ സ്റ്റോപ്പ് ആക്കി. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആൾക്കാരെ മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീമാർക്കറ്റ് ചെയ്യാം. അതിൽ എനിക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ ആരുമില്ല, അതിന് വേറെ ഒന്നിനും ആളില്ല, എക്സ്ക്ലൂഡ് ചെയ്യാൻ ആളില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, റീമാർക്കറ്റിംഗ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഈ എക്സ്ക്ലൂഡ് പീപ്പിളിനെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിവിടെ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആൾക്കാരിൽ എല്ലാരെയും ഒന്നും റീമാർക്കറ്റ് ചെയ്ത് എന്റെ പൈസ പോക്കണമെന്നുണ്ടാവില്ല അല്ലെ. കാരണം മേ ബി എല്ലാരും റീമാർക്കറ്റ് ചെയ്യാതാൽ അതിന്റെ അകത്തുള്ള കൺവേർട്ട് ആവാത്ത കസ്റ്റമറും കൂടി കൺവേർട്ട് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ കൂടുതൽ എന്റെ കസ്റ്റമർ ആയി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോളോയിങ് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ലീഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞ ഒരു താങ്ക് യു പേജോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ബില്ലിംഗ് പേജോ, ബില്ലിംഗ് പേജിൽ എത്തിയ ആൾക്കാർ ഫൈനൽ നമ്മളിപ്പം ബുക്ക് മൈ ഷോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലാസ്റ്റ് താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് വരുന്നുണ്ടാവും അല്ലെ. യുവർ ബുക്കീസ് അല്ലെ സോറി യുവർ സീറ്റീസ് റിസർവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേജ് വരുന്നുണ്ടാവും. സോ അതിന്റെ URL ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത ആൾക്കാരാണ്. ബുക്ക് മൈ ഷോയിൽ വന്ന ആൾക്കാരെ മൊത്തം ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബുക്ക് ചെയ്ത ആൾക്കാരെ, അപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, ബുക്ക് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ URL കൊടുക്കുകയാണ് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും കുറച്ചുകൂടെ. കാരണം അവിടെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഫിൽട്രേഷൻ നടന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ആൾക്കാരിൽ 60 ആൾക്കാരും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഈ 100 ആൾക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. ഈ 100 ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം 60 ആൾക്കാർ അതിനകത്ത് നിന്ന് കുറച്ചിട്ട് ബാക്കി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാത്ത 40 ആൾക്കാരെ മാത്രം വെച്ചിട്ടില്ലെങ്കിൽ അവരെ മാത്രം മൈനസ് ചെയ്ത് ആ ഒരു സ്പെസിഫിക് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ ആ ഒരു ഓപ്ഷൻ ഉള്ളത്. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് 30 ഡേയ്സിന്റെ പിന്നെ മാറ്റി കൊടുക്കണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം. അപ്പൊ അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവിടെ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു URL കിട്ടുകയാണെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തോ അല്ല താങ്ക് യു പേജിന്റെയോ അല്ലെങ്കിൽ ടിക്കറ്റ്സ് ബുക്കിടുന്നോ എന്താണ് ആ URL സ്ലഗിന്റെ അകത്തുള്ളത് ആ ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് സെഗ്മെന്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നായിരുന്നു കൺഫ്യൂഷൻ വരുന്നുണ്ടാവാന്ന് എനിക്കറിയാം. റീമാർക്കറ്റിംഗ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വലിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. അത് ഏതാണ്ട് ക്ലിയർ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കേസിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്. നമ്മള് ടാഗ് മാനേജറിലെല്ലാം എല്ലാ നമ്മളുടെ വെബ് പേജും വെബ്സൈറ്റിന്റെ എല്ലാ സബ് പേജുകളും ആഡ് ചെയ്തതിന് ശേഷമല്ലേ ഇവിടെ വന്നിട്ട് ഇത് ചെയ്യേണ്ടത്? ടാഗ് മാനേജറിൽ നമ്മളുടെ എല്ലാ വെബ് പേജുകളും ആഡ് ചെയ്ത് എല്ലാ ട്രിഗറിംഗ് പോയിന്റ്സുകളും കൊടുത്തതിന് ശേഷമല്ലേ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് അല്ലേ ഇതിൽ വന്നിട്ട് ഈ ഒരു പ്രോസസ് ചെയ്യേണ്ടത്? അതെ അതെ. ഓക്കെ 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 ഓക്കെ. സോ അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മൾ ന്യൂ ടാഗ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു ID അല്ലെങ്കിൽ പുതിയൊരു ടാഗ് കൊടുക്കുകയാണ്. ടാഗിന്റെ പേരായിരുന്നു റീമാർക്കറ്റിംഗ് ഓഡിയൻസ് എന്നുള്ളത്. സോ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് എന്നുള്ള ആ ഒരു ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടാഗ് കോൺഫിഗറേഷന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഗൂഗിൾ ടാഗ് അല്ല, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാം. അവിടെ ഗൂഗിൾ അനലിറ്റിക്സിനകത്തും അവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഗൂഗിൾ ആഡ്സിന്റെ അകത്ത് ഗൂഗിൾ ആഡ്സ് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ്. റീമാർക്കറ്റിംഗിന്റെ അകത്ത് കൺവേർഷൻ ID ചോദിക്കുന്നുണ്ടാവും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ ആ ഒരു ഡാറ്റാ സോഴ്സിന്റെ അകത്ത് പോയിട്ട് എടുക്കേണ്ട കൺവേർഷൻ ID. ആ കൺവേർഷൻ ID അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ട്രിഗറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ പേജസ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ സേവ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. സാധനം കഥം. ജസ്റ്റ് വേണമെങ്കിൽ അതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിവ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
സോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സോ നമ്മുടെ റീമാർക്കറ്റിംഗ് ലിസ്റ്റിന്റെ അകത്ത് അല്ലെങ്കിൽ പുതിയൊരു ഓഡിയൻസ് സെഗ്മെന്റ്സ് ലിസ്റ്റിന്റെ അകത്ത് ഈ റീമാർക്കറ്റിംഗ് ഓഡിയൻസും കൂടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ്. കൺവേർഷൻ ട്രാക്കിങ്ങിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് റീമാർക്കറ്റിംഗ് ചെറിയൊരു പരിപാടിയാണ്. അപ്പൊ ഇതിപ്പോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ എന്താണ് റീമാർക്കറ്റിംഗ് എന്നുള്ള ഐഡിയ കിട്ടിയോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ തംസ് അപ്പ്. യെസ്, കിട്ടി. സാർ അതുപോലെ തന്നെ ടാഗ് മാനേജറിൽ ബട്ടൺ ക്ലിക്കുകൾ എങ്ങനെയാ ഇതാക്കാൻ പറ്റുന്നത്? ഇതുപോലെ തന്നെ ആ ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്താ ഇങ്ങനെ ചെയ്യാം? ഇപ്പൊ എന്റെ ക്ലാസ് ഇതിലാണെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് നൗ എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരും. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പേജിലെത്തുമല്ലോ, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ഇനീഷ്യേറ്റ് ചെയ്തവരെ അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യാതെ പോയവരെ അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൺവേർഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല, അവരെ റീമാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്പെസിഫിക് പേജിലേക്ക് പോകുന്നുണ്ടോ? അതെല്ലാം ഇതിൽ തന്നെ സെപ്പറേറ്റ് ഈ റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം സാറ് കാണിച്ചില്ലേ, ഓൾ പേജസ് കൊടുത്തില്ലേ, അതൊന്ന് ഒരു ഓഡിയൻസ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇതുപോലെ തന്നെ ടാഗ് മാനേജറിൽ അടുത്ത ഓഡിയൻസ് ബട്ടൺ റീമാർക്കറ്റിംഗ് ഓഡിയൻസ് സെപ്പറേറ്റ് പിന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് താങ്ക് യു പേജിൽ വിസിറ്റ് ചെയ്തവരെ താങ്ക് യു പേജ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ടാഗ് മാനേജറിൽ ഇപ്പോൾ ഓൾ പേജസിന്റെ പകരം ആ താങ്ക് യു പേജിന്റെ ലിങ്ക് കൊടുത്തിട്ട് അത് സേവ് ചെയ്ത് വെക്കുക. അങ്ങനെയല്ലേ? അങ്ങനെ സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് റൺ ചെയ്യാം. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് റീമാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സ്ട്രാറ്റജി പാർട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫണലിലേക്ക് അവരെ കൊണ്ടുവരാം. ആ ഫണലിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മൾ അവരെ അരിച്ചെടുക്കുക എന്നാണ് എക്സാക്ട്ലി മലയാളത്തിൽ വേർഡ് പറയുക. നമ്മളിപ്പം മാക്സിമം ഊറ്റുക എന്നൊക്കെ പറയില്ലേ അല്ലെ? നമ്മള് കിട്ടാവുന്നതിൽ അത്രയും കൊണ്ടുപോവുക. അതായത് ഇപ്പൊ ഒരു കുളത്തിൽ കുറെ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലട്ട് കഴിഞ്ഞാൽ എല്ലാ മീനും ആ വലയിൽ കുടുങ്ങണമെന്നില്ല, റൈറ്റ്? നമ്മൾ ജസ്റ്റ് മാർക്കറ്റേഴ്സിന്റെ ടേംസ് പറയുകയാണെ, ആ വലയിൽ എല്ലാ മീനും കുടുങ്ങണമെന്നില്ല. ചില മീനുകൾ നമ്മളെ വല തട്ടി തെറിച്ചു പോയിട്ടുണ്ടാവും. സോ ഈ വല തട്ടി തെറിച്ചു പോയിട്ടുള്ള മീനുകളെ നമുക്ക് അടുത്ത പ്രാവശ്യം വലയിടുന്ന സമയത്ത് സുഖമായിട്ട് കിട്ടും. ഓക്കെ, സോ അങ്ങനെ കുളത്തിലെ മീനുകളൊക്കെ നമുക്ക് ഊറ്റി കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മീനിനെ മൊത്തം പിടിക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റീമാർക്കറ്റിംഗ് കുറച്ചുകൂടി യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ആ ഒരു വേർഡ്സിൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കത്തുമായിരിക്കും. സോ അങ്ങനെ എല്ലാ മീനുകളെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ റീമാർക്കറ്റിംഗ് എന്നുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. സോ റീമാർക്കറ്റിംഗ് എന്താണെന്നുള്ള ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആഫ്റ്റർ ക്യാമ്പയിൻ ക്രിയേഷൻ അല്ലെങ്കിൽ പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റീമാർക്കറ്റിംഗ് ഓഡിയൻസിനെയും കൂടി സെറ്റപ്പ് ചെയ്തിട്ട് അവരൊക്കെ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി റീമാർക്കറ്റിംഗ് ഓഡിയൻസ് പോലെ തന്നെ നമുക്ക് ലാൻഡിംഗ് പേജസിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളും കൂടെ ഉണ്ട്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡിംഗ് പേജിന്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ. ആ ടൂളിന്റെ പേരാണ് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി. ഞാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഓർമ്മ? സോ യെസ്, മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി ഈസ് എ CCTV. അതായത് നമ്മളെ ലാൻഡിംഗ് പേജിന്റെ മുകളിൽ ഒരു CCTV വെച്ചിട്ട് നമ്മൾ എപ്പോഴും നോക്കി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആരൊക്കെ വരുന്നുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ? അതായത് നമ്മളൊരു വീട്ടില് CCTV വെക്കുന്ന എന്തിനാന്ന് നമുക്കറിയാം. നമ്മളെ വീട്ടിലേക്ക് ഇപ്പൊ ഞാനൊരു ദിവസം ലൈക്ക് കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ വീട്ടില് 2 ദിവസം എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടു തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പുറത്ത് CCTV വെക്കും. ഈ CCTV വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ആ ഗേറ്റ് തുറന്ന് ആരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്ക് എവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റും ആ ഒരു CCTVന്റെ അകത്ത് ഏതൊക്കെ ആൾക്കാരാണ് വന്നു പോകുന്നത്, ഏതൊക്കെ ആൾക്കാരാണ് എന്റെ ഡോറ് നോക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ആൾക്കാരാണ് ലൈക്ക് ഇവിടെ വന്ന് ജനലിലൂടെ എത്തി നോക്കുന്നത്,
അല്ലെങ്കിൽ ഞാനിപ്പം എന്റെ വീട് കൂട്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്റെ വീട് ഓപ്പൺ ആക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ CCTV കൂടി എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ് ആ വെബ്സൈറ്റ് ആ ഒരു വീടിന്റെ അകത്ത് കയറുന്നത്, വീടിന്റെ അകത്ത് കയറിയിട്ട് അവർ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കുന്നത്, വീടിന്റെ അകത്തേക്ക് അവർ സ്റ്റെപ്പ് കയറി പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി എനിക്കൊരു CCTV വെച്ച് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലാൻഡിംഗ് പേജിന്റെ അകത്ത് വരുന്ന ആളുകൾ, ആ ആളുടെ മുഖവും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ലൊക്കേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. എങ്ങനെയാ വന്നതെന്നുള്ളത് കൂടി നമുക്ക് ഇപ്പൊ കിട്ടും. അങ്ങനെ ആ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ലാൻഡിംഗ് പേജിൽ വന്നിട്ടുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലാൻഡിംഗ് പേജിന്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പ്രോപ്പർ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി ആൻഡ് നോൺ ആസ് CCTV ഓഫ് എ ലാൻഡിംഗ് പേജ്. ഓക്കെ, സോ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി, ഞാൻ അത് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിന്റെ കേസിൽ നമുക്ക് നമ്മളെ CDന്റെ ലാൻഡിംഗ് പേജിന്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ആദ്യം കണ്ടുനോക്കാം. അപ്പം CDന്റെ ലാൻഡിംഗ് പേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CDന്റെ ലാൻഡിംഗ് പേജിൽ ഈ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിന്റെ അകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ്സ് ആണ്. ഓക്കെ, സോ റെക്കോർഡിങ്സിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ CD ലാൻഡിംഗ് പേജ്, ഇവിടെ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. നമുക്ക് റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. ഈ റെക്കോർഡിങ്സിന്റെ അകത്ത് ഈ ലാൻഡിംഗ് പേജിലൊക്കെ കയറിയിട്ടുള്ള ആളുകള് ഒരു മിനിറ്റോ എന്തു കണ്ടോക്കാം. സോ ഇവിടെ റെക്കോർഡിങ്സ് കാണാൻ പറ്റും. നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. ലോഡ് ആവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ലെറ്റ്സ് ആദ്യം നിങ്ങൾ ഇവിടെ നോക്കിയാ, അല്ല അത് കണ്ടോ, സൗണ്ട് കൂട്ടുന്നു. സൗണ്ട് വരും ഇവിടെ, ക്ലിക്ക് ചെയ്യുമ്പോൾ സൗണ്ട് വരുന്നുണ്ട് ആക്ച്വലി. അപ്പം ആ ലാൻഡിംഗ് പേജിൽ വന്നിട്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, ദ വിസിറ്റർ അറൈവ്ഡ് ഫ്രോം എ ഗൂഗിൾ സെർച്ച് ആഡ് ഫോർ എ UI/UX ഡിസൈനർ. കേട്ടോ, എവിടുന്ന് ആ വിസിറ്റർ വന്നതെന്നുള്ളത് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവിടുന്നാണ് വിസിറ്റർ വന്നത്. എന്നിട്ട് അവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് അല്ലാണ്ട് നമുക്ക് അവിടെ കാണിച്ചു തരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവരവിടെ ചെയ്തത്, അവർ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്റെ ഓരോ സെക്കൻഡിലും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ അബൌട്ട് 2 minutes they revisited the BD page. അപ്പൊ അവിടെ അതേപോലെ ജസ്റ്റ് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഏതാ ലൊക്കേഷനൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാനഡ, ഏതാണ് ബ്രൗസർ എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്, ടൈം കാണിച്ചു തരുന്നുണ്ട്. അവിടെ അത് സ്റ്റക്കായി പോയി തോന്നുന്നു. അവിടെ ഓപ്പൺ ആക്കിയിട്ട് പോയി, ബ്ലർ ആകുന്ന കാണിക്കുന്ന സമയത്ത് അവർ ഓപ്പൺ ആക്കിയിട്ട് അവിടെ നിന്ന് പോയതാണ്. ഓപ്പൺ ആക്കി എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടോ പോയി. അതായിരിക്കാം ബ്ലർ ആയിട്ട് വരുന്നത്. ലോഡ് ആവാത്തോണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ എവിടെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. മൊബൈൽ ത്രൂ വന്ന വിസിറ്റർ ആണ് ആള്. നമുക്ക് PC വിസിറ്റേഴ്സ് നോക്കാം. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത്
അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ അവിടെ നേരെ അവിടെ നിന്ന് സ്ക്രോൾ ചെയ്തു. ലോഡ് ആവാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. അവിടെ വന്ന് എൻറോൾ നൗ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് വന്നു. അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷന് അല്ലെങ്കിൽ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞ സെക്ഷന്റെ യൂസ് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഈ ഒരു റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ വെച്ചിട്ട് നമ്മുടെ ഏതൊക്കെ പേജിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷനിലാണ് ആളുകൾ സ്റ്റക്ക് ആവുന്നത്, ഏതൊക്കെ സെക്ഷനിൽ എത്തുന്ന സമയത്താണ് ആളുകൾ അവിടെ ഏതെങ്കിലും ഇപ്പൊ ചില ബട്ടൺസ് ഒക്കെ ഉണ്ടാവും, ചില ബട്ടൺസ് പോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അവിടെ ആളുകൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അവിടെ ഈ ക്ലിക്ക് ചെയ്യുമ്പോഴും അവിടെ സംഭവം ആക്ച്വലി ബട്ടൺ ആയിരിക്കില്ല, പക്ഷെ ഇവർക്ക് അത് ബട്ടൺ ആണ് തോന്നിയിട്ടായിരിക്കാം ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് വേണ്ടാത്തൊരു സെക്ഷനാണ്. അങ്ങനെ ബട്ടൺ ആണ് തോന്നാത്തൊരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് വേണ്ടാത്തൊരു സ്ഥലത്ത് കുറെ ക്ലിക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് അവിടെ വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അതൊരു യൂസർ എക്സ്പീരിയൻസ് കുറയ്ക്കുന്ന സെക്ഷനാണ്. ആ ബട്ടൺ ആണ് തോന്നിക്കുന്ന സാധനത്തിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റിക്കളയാൻ പറ്റും. പിന്നെ കൂടുതൽ സമയം അവർ എൻഗേജ് ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്നുള്ളത് നോക്കുക. അപ്പം CDN അക്കാഡമീന്റെ ഒക്കെ സെക്ഷൻ ലൈക്ക് ലാൻഡിംഗ് പേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ പ്ലേസ്മെന്റിന്റെ സെക്ഷനിലെ പ്ലേസ്മെന്റ് സെക്ഷനിലുള്ള ആൾക്കാർ ഇങ്ങനെ കറയും കളിക്കുന്നതാണ്. അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കുക. ഏറ്റവും കൂടുതൽ എൻഗേജ് ഉള്ള സെക്ഷൻ അവിടെയാണ്. പ്ലേസ്മെന്റിന്റെ ലൈക്ക് സെക്ഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ഉള്ള സെക്ഷനായിട്ട് കണ്ടത്. ഇപ്പം ഈ വേണ്ടാണ്ട് ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന അതിന് നമ്മൾ പറയുന്നത് ഡെഡ് ക്ലിക്ക് എന്നാണ്. ഡെഡ് ക്ലിക്ക് എന്നുള്ളത് അവിടെ ഈ ഡെഡ് ക്ലിക്ക് കൂടുന്നത് അത്ര നല്ല യൂസർ എക്സ്പീരിയൻസ് കൂടുന്ന കാര്യമല്ല. അവിടെ നമുക്ക് വേണ്ടാണ്ട് കുറെ ക്ലിക്ക് പോകുന്നതിനകത്ത് പോലെ കൺവേർഷൻ കിട്ടാത്ത ഒരു കുറെ ക്ലിക്കുകളാണ്. ഈ ഡെഡ് ക്ലിക്ക് ഒരിക്കലും നമുക്ക് കൂടാൻ പറ്റില്ല. അപ്പം ലൈക്ക് അതാണ് ഈ ഒരു വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷന്റെ യൂസ് ആയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത്. ആൻഡ് അതേപോലെ ഹീറ്റ് മാപ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഈ ഹീറ്റ് മാപ്സ് എന്ന് പറഞ്ഞ സെക്ഷന്റെ അകത്ത് നമുക്ക് ലാൻഡിംഗ് പേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഏതൊക്കെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ക്ലിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ ഹീറ്റ് മാപ്സിന്റെ അകത്ത് കാണാൻ പറ്റും. ഇപ്പം ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ ചില സ്ഥലത്ത് അവിടെ കുറെ വലിയ അടയാളങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇവിടെ ഒക്കെ കുറച്ചുകൂടിയും എന്താ പറയാ, നമുക്ക് അവിടെ കുറെ സിഗ്നൽസ് ഇപ്പൊ നമ്മള് ഈ പണ്ട് കൊറോണ ഉള്ള ആൾക്കാരെ സ്ഥലങ്ങളൊക്കെ മാപ്പിൽ ന്യൂസ് ലെറ്റേഴ്സിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. എവിടെയാണ് ക്ലിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഹീറ്റ് മാപ്സിന്റെ യൂസ്. റെക്കോർഡിങ്സ് ഉണ്ട്, അതുപോലെ ഹീറ്റ് മാപ്സ് ഉണ്ട്. ഇത് രണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. എന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡെഡ് ക്ലിക്ക്, ഈ ഡെഡ് ക്ലിക്ക് നമുക്ക് ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പം ഡെഡ് ക്ലിക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രശ്നം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം എന്താണ്, അല്ലെങ്കിൽ ഈ വീഡിയോസ് ലാൻഡിംഗ് പേജിന്റെ അകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലൈക്ക് അതാണ് ലൈക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോസ് റെക്കോർഡിംഗ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാവണം. ആൻഡ് ഹീറ്റ് മാപ്പ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാവണം എവിടെയാണ് കൂടുതൽ ക്ലിക്ക് വരുന്നത്, ഏതാണ് എൻഗേജ്ഡ് ആയിട്ടുള്ള സെഷൻ എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നമുക്ക് ഇതിന്റെ അകത്ത് നോക്കിയാലും മനസ്സിലാവും കേട്ടോ. കൺവേർഷൻ ട്രാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്ന് രാവിലെ എത്ര ആൾക്കാർ വന്ന് കോൺടാക്ട് ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര ആൾക്കാർ വാതിൽ തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ എത്ര ആൾക്കാർ വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാനുവലി നോക്കിയിട്ട് കണ്ടുപിടിക്കാം എത്ര ആൾക്കാർ വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർ കോൺടാക്ട് ഫോം സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർ ഇൻസ്റ്റഗ്രാം ബട്ടൺ ക്ലിക്ക്. കാരണം നമ്മളെ വെബ്സൈറ്റിൽ അവർ വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് മാനുവലി നമുക്ക് എന്തെടുക്കാൻ പറ്റും, ആ ഒരു കാര്യം എടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമ്മൾ കുറെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയേ,
LCP പെർഫോമൻസ് ലൈക് ലാർജസ്റ്റ് കണ്ടന്റ്ഫുൾ പെയിന്റ് INP CLS. അതായത് നമ്മുടെ ഏറ്റവും വലിയ എലമെന്റ് ലാൻഡിംഗ് പേജിൽ ഏറ്റവും വലിയ എലമെന്റ് ലോഡ് ആവാൻ എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഏറ്റവും ലൈക് INP ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ബട്ടൺ ലോഡ് ആവാൻ എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മൾ ലേഔട്ട് ഷിഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഓരോ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എടുക്കുന്ന ടൈം എത്രയാണ്, അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ ലോഡായി എടുക്കുന്ന ടൈം എത്രയാണ്, CLS എന്ന് പറയും. അതൊക്കെ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ കോർ വെബ് വൈറ്റൽസ് എന്നാണ് കേട്ടോ പറയാം. SEOന്റെ കേസിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന സാധനമാണ് കോർ വെബ് വൈറ്റൽസ്. അതായത് ഒരു ലാൻഡിംഗ് പേജിന്റെ സ്പീഡിനെ എഫക്ട് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് ആണ് ഈ LCP, INP, CLS ഒക്കെ. LCP മറന്നുകൊണ്ടാൽ ലാർജസ്റ്റ് കോണ്ടന്റ്ഫുൾ പെയിന്റ് ആണ്. അതായത് ഒരാളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ എലമെന്റ് എന്താണ്, ചിലപ്പോൾ ഇമേജ് ആയിരിക്കാം, ബാക്കിയൊക്കെ ലോഡ് ആയിട്ടുണ്ടാവും, ഇമേജ് ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കും. ആ വലിയ എലമെന്റ് ലോഡ് ആവാൻ എടുക്കുന്ന ടൈമാണ് LCP. INP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഏതെങ്കിലും ബട്ടണോ എന്തോ ക്ലിക്ക് ചെയ്തിട്ട് ആ ബട്ടൺ ആ ഫോമിലേക്കോ അല്ലെങ്കിൽ അടുത്ത പേജിലേക്കോ പോകാൻ എടുക്കുന്ന ടൈമിന് പറയുന്ന പേരാണ് ഇന്ററാക്ഷൻ ടു നെക്സ്റ്റ് പെയിന്റ് എന്നുള്ളത്. സോ ആൻഡ് CLS അത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലേഔട്ടുകൾ മാറി 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 സ്ക്രോൾ ചെയ്യുമ്പോൾ ഒക്കെ ഷിഫ്റ്റ് ആയി വരുന്നതിന് എടുക്കുന്ന ടൈമാണ് ഈ ഒരു CLS എന്നുള്ളത്. സോ CLS-ഉം LCP-യും FCP ഒക്കെ എങ്ങനെയാണ്, അതായത് ഒരു ലാൻഡിംഗ് പേജിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. സോ അതും ലൈക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതുപോലെ നമുക്കിവിടെ ഡെഡ് ക്ലിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റേജ് ക്ലിക്സ് കാണാൻ പറ്റും. റേജ് ക്ലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേംസ് ഒന്നും കൂടി ഒന്ന് പറയാമോ? ഏതാണ്? ഇപ്പൊ ഈ പറഞ്ഞ 3 എണ്ണം, ഒന്ന് CLS കിട്ടി, LCP മനസ്സിലായി, വേറൊരു ടേം പറഞ്ഞില്ലേ, അതൊന്നും? INP, ഇന്ററാക്ഷൻ ടു നെക്സ്റ്റ് പെയിന്റ്. അതായത് നമ്മൾ ബട്ടൺസ് ഒക്കെ ക്ലിക്ക് ചെയ്യില്ലേ വെബ്സൈറ്റിന്റെ അകത്ത് കയറിയിട്ട്, എന്തെങ്കിലും ബട്ടൺസോ ലിങ്ക്സോ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തൊരു ആക്ഷൻ, ആ ഒരു ആക്ഷൻ നടക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ലേ, പുതിയ പേജിലേക്ക് പോകാനോ അല്ലെങ്കിൽ പുതിയൊരു ഫോം വരാനോ പെട്ടെന്ന് ഒരു ലീഡ് ഫോം കോപ്പി ചെയ്ത് വരാനോ ഒക്കെ എടുക്കുന്ന സമയം. അതാണ് ഇന്ററാക്ഷൻ ടു നെക്സ്റ്റ് പെയിന്റ് എന്നുള്ളത്. LCP അറിയാലോ, ലാർജസ്റ്റ് എലമെന്റ്, ഏറ്റവും വലിയ എലമെന്റ് ലോഡ് ആവാൻ എടുക്കുന്ന ടൈമാണ്. അത് ബേസിക്കലി എപ്പോഴാണ് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡിംഗ് പേജിന്റെ ഫസ്റ്റ് സെക്ഷനിലൊക്കെ വലിയ ഇമേജ് കൊടുക്കൂലേ, നല്ല സൈസുള്ള ഇമേജ് കൊടുക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ ലോഡായി വരുന്നുണ്ടാവും, ആ വലിയ സൈസുള്ള ഇമേജ് മാത്രം എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. ജസ്റ്റ് ഞാൻ ആ LCPക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഈ ഒരു ലാൻഡിംഗ് പേജ്, ഇതൊരു ലാൻഡിംഗ് പേജ് എന്ന് വെച്ചോ. ഇവിടെ എന്ത് ലോഡായി കഴിഞ്ഞു? ടെക്സ്റ്റ് ഒക്കെ ലോഡായില്ലേ. സോ ടെക്സ്റ്റ് ഒക്കെ ലോഡായിട്ടും ഈ ഒരു ഇമേജ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ എലമെന്റ്. ഇത് ലോഡാവാൻ കുറെ ടൈം എടുത്തില്ലേ? ആ വലിയ എലമെന്റ് ലോഡാവാൻ എടുത്തിട്ടുള്ള ടൈമിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിൽ അങ്ങനെ വലിയ എലമെന്റ് ഉണ്ടെങ്കിൽ അത് ലോഡാവാൻ എടുക്കുന്ന ഒരു എക്സസീവ് ടൈമിന് പറയുന്ന പേരാണ് ആ ഒരു LCP എന്നുള്ളത്. സോ ലാൻഡിംഗ് പേജ് കൊടുക്കുന്ന സമയത്ത് ഇത്ര വലിയ ക്വാളിറ്റിയുള്ള വലിയ ഇമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്താണ് ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, സോ അത് നോക്കേണ്ടതുണ്ട്. പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി അവിടെ എത്ര സെഷൻസ് ഓരോ പിന്നെ ബ്രൗസറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ, കുറച്ച് ഡാറ്റാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്ലിക്സ് ഒക്കെ എത്ര വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് റേജ് ക്ലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈറ്റിനകത്ത് റേജ് ക്ലിക്സ് കാണാൻ പറ്റും. ഈ റേജ് ക്ലിക്സിന്റെ ആ ഒരു ഇമോജി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് റേജ് ക്ലിക്ക് എന്നുള്ളത്. ആ ഇമോജി കണ്ടിട്ട് റേജ് ക്ലിക്സ് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആ ഇമോജി എന്ത് ഇമോജിയാണ്? ദേഷ്യം പിടിച്ച് നിൽക്കുന്ന പോലത്തെ ഇമോജി അല്ലേ? അതായത് ഒരാൾ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ എക്സസീവ് ആയിട്ട് കുറേ ടൈം റിപ്പീറ്റഡ്ലി ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് റേജ് ക്ലിക്സ് എന്നുള്ളത്. അതായത് ഒരു ബട്ടൺ അയാൾ ക്ലിക്ക് ചെയ്തിട്ടും ആ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ലിങ്ക്, ആ ലിങ്ക് കുറേ ദിവസം നേരെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ ലിങ്ക് എന്ത് ചെയ്യുന്നില്ല, അടുത്ത പേജിലേക്ക് പോകുന്നില്ല. അപ്പൊ റേജ് ക്ലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ കുറെ ആൾക്കാർ ഒരാൾ തന്നെ കുറെ നേരം റിപ്പീറ്റഡ്ലി ക്ലിക്ക് ചെയ്യുന്നതിന് പറയുന്നവരാണ് റേജ് ക്ലിക്സ്. സോ ഈ റേജ് ക്ലിക്സും ഡെഡ് ക്ലിക്സും ഒന്നും നമുക്ക് അധികം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആക്ച്വലി. ഇനി എക്സസീവ്
സ്ക്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാൾ കുറേ സ്ക്രോൾ ചെയ്ത് ഒരു ആക്ഷൻസ് ചെയ്യാണ്ട് കുറേ സ്ക്രോൾ ചെയ്ത് വെറുതെ ഇങ്ങനെ ലാൻഡിംഗ് പേജ് സ്ക്രോൾ ചെയ്ത് കളിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഇൻഡെപ്റ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നതാണ് എക്സസീവ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി ക്വിക്ക് ബാക്സ് നിങ്ങൾക്ക് അറിയാം, യൂസിന്റെ ഒരു പേജ് ദെൻ ക്വിക്ലി റിട്ടേൺ ടു ദ പ്രീവിയസ് വൺ. നമ്മൾ ബൗൺസ് റേറ്റ് എന്നൊക്കെ പറയും, അതായത് അയാൾ ആ പേജിലെത്തി പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു പോയി ബൗൺസ് ബാക്ക് ചെയ്തു, പെട്ടെന്ന് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യുന്ന അതാണ് ക്വിക്ക് ബാക്സ് എന്നുള്ളത്. സോ ഇതൊക്കെ നമുക്ക് കുറവായിരിക്കണം ആക്ച്വലി. ഈ റേജ് ക്ലിക്സ്, ഡെഡ് ക്ലിക്സ്, എക്സസീവ് സ്ക്രോളിംഗ്, അതുപോലെ തന്നെ ക്വിക്ക് ബാക്സ് ഒക്കെ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ ലാൻഡിംഗ് പേജ് ഒക്കെ ഓക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു ലാൻഡിംഗ് പേജിന്റെ അകത്ത് നമുക്ക് നമ്മുടെ ആ കൺവേർഷൻസ് എത്ര നടക്കുന്നുണ്ട്, എത്ര ആൾക്കാർ വാട്സ്ആപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഈ ഒരു ലാൻഡിംഗ് പേജ് കൊടുക്കുകയാണെങ്കിൽ ഈ ലാൻഡിംഗ് പേജ് എത്ര ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, ഗെറ്റ് എ ഗോട്ട് എത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ എത്ര ആൾക്കാർ സ്റ്റക്ക് ആവുന്നുണ്ട്, ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എത്ര ആൾക്കാർ അത് ഇങ്ങനെ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് പോകുന്നുണ്ട്, എത്ര ആൾക്കാർ ഇത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വേണ്ടാണ്ട് ഇവിടെ ഇപ്പൊ ഒരു ക്ലിക്ക് ചെയ്തു, ഇവിടെ ബട്ടൺ ഒന്നുമില്ല, ഇവിടെ ക്ലിക്ക് ചെയ്തു ബട്ടൺ ഇല്ല, ഇതൊക്കെ ഡെഡ് ക്ലിക്ക് ആണ്. ഇനി റീച്ച് ക്ലിക്സ് എന്താണെന്ന് അറിയാലോ. ഇപ്പൊ ഈ ലിങ്ക് തന്നെ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഏതാണ്, റീച്ച് ക്ലിക്ക് ആണ് അല്ലെ. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ആയിട്ടുള്ള ടേമുകൾ കാര്യങ്ങൾ അതൊക്കെ കൂടുന്ന സമയത്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക. സോ ഇത് നിങ്ങൾ കുറച്ചുകൂടി നോക്കേണ്ട ഒരു ടൂളാണ്. ഐ മീൻ നമ്മുടെ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. സോ നിങ്ങൾ ലാൻഡിംഗ് പേജിന്റെ അകത്ത് എക്സ്ട്രാ പ്ലഗിൻ ആഡ് ചെയ്തിട്ടും അല്ലാണ്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഈസിയായിട്ട് നമുക്കൊരു പ്ലഗിൻ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ലാൻഡിംഗ് പേജിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, സെക്കൻഡ്. ചെറിയൊരു ലോഡിംഗ് ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലഗിൻസിൽ പോയി കഴിഞ്ഞാൽ ആഡ് ന്യൂ പ്ലഗിനിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഗിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്ലഗിൻ ആഡ് ചെയ്താൽ മതി. സാർ ഈ പ്ലഗിന് എണ്ണം കൂടുമ്പോ ഈ ഇത് സൈറ്റില് ഇതായി പോവോ, സ്ലോ ആയി പോവോ? നമ്മളത് ഇതിനനുസരിച്ചിരിക്കും. അതായത് പ്ലഗിൻസ് ലിമിറ്റ് ചെയ്യാനൊക്കെ പറയും. പക്ഷെ അത്യാവശ്യം സ്റ്റോറേജുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് വേണ്ട പ്ലഗിൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിപ്പം നമ്മൾ എസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ലോ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പേജിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്താൽ മതി കുറയുന്നുണ്ടോ എന്നുള്ളത്. പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്, അതിനകത്തേക്ക് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പേജിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാം. അതിൽ നോക്കിയാൽ മതി. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കൊന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലൈറ്റ് സ്പീഡ് ക്യാഷ് എന്ന് പറഞ്ഞ പ്ലഗിൻ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അൺവേർട്ടഡ് ആയിട്ടുള്ള കോഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ കൂടുതൽ നമ്മളെ എന്ത് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഈ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സർ ആ പ്ലഗിന്റെ പേരെന്തായിരുന്നു? ലൈറ്റ് സ്പീഡ് ക്യാഷ്. ഓക്കെ. ഒന്ന് ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പേജ് സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കുക, ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പേജ് സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ഡിഫറൻസ് കാണാൻ പറ്റും.
അത് ആഡ് ചെയ്താൽ മാത്രം പോരെ. ലൈറ്റ് സ്പീഡ് ക്യാഷിൽ പോയിട്ട് നമുക്ക് അവിടെ പ്രിസെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. പ്രിസെറ്റ്സിന്റെ അകത്ത് ഒരു പ്രിസെറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രിസെറ്റ് ഉണ്ടാവും. അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലിസ്റ്റ് കാണാൻ പറ്റും. CSS വേണ്ടാത്ത കോഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രിസെറ്റ്. ആ പ്രിസെറ്റ് ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത ബാക്ക് എൻഡിലെ കോഡൊക്കെ വലിച്ചിട്ട് അല്ലെങ്കിൽ അത് മിനിപ്പ് ചെയ്തിട്ട് ഷോർട്ടൺ ചെയ്ത് കൊടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഷോർട്ടൺ ചെയ്ത് കൊടുക്കും. സോ അതിനാണ് നമ്മൾ ആ ഒരു ലൈറ്റ് സ്പീഡ് ക്യാഷ് എന്നുകൊണ്ട് പ്ലഗിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. സോ ക്ലാരിറ്റി ഓൺ ആക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് അവിടെ ആഡ് ന്യൂ പ്രൊജക്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ജസ്റ്റ് ആ പ്രൊജക്ടിന് ഒരു പേര്, അതിന്റെ URL, വെബ്സൈറ്റ് URL ജസ്റ്റ് ഒരു ഏത് ഇൻഡസ്ട്രി ആണെന്നുള്ളതും കൊടുത്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. സോ ഇങ്ങനെ നമുക്ക് ലൈക്ക് കുറച്ച് ടൈം എടുത്ത് സെറ്റപ്പ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി അത് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പം സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റീന്റെ അക്കൗണ്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ടാവും. സോ വൺസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ കാണിക്കും ഡാറ്റ വിൽ കണ്ടിന്യൂ ടു ഷോ വിത്തിൻ എ ഫ്യൂ അവേഴ്സ് എന്നുള്ളത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് കാണിക്കും, നമ്മളുടെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ, ഇനി വരുന്ന റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് 3 days നമുക്ക് എപ്പോഴാണ് കൊടുക്കേണ്ടത് ആ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, വീണ്ടും ഇതിന്റെ അകത്ത് വരുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ആരെങ്കിലോടെങ്കിലും വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ലാൻഡിംഗ് പേജിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. ആ ഡാറ്റ ഒക്കെ നമ്മളെ റെക്കോർഡിങ്സ് ആയിട്ട് ഇവിടെ നമുക്ക് കാണുന്നുണ്ടാവും. സോ അങ്ങനെ നമുക്ക് ഒരു ലാൻഡിംഗ് പേജിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ വൺസ് ഇതിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു അക്കൗണ്ട് വരുന്നുണ്ടാവും. നിങ്ങൾ ആ സെയിം മെയിൽ ID തന്നെ സെർച്ച് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞ സെർച്ച് ചെയ്ത് കയറുമ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇത് പോകുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ റൈറ്റ് ക്ലിക്സ്, ഡെഡ് ക്ലിക്സ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ വീഡിയോ റെക്കോർഡിങ്സ് ആൻഡ് ഹീറ്റ് മാപ്സ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടും ആ ഒരു ലാൻഡിംഗ് പേജിൽ നടക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ സെല്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഏതൊക്കെ സ്ഥലത്താണ് സ്പെൻഡ് ആവുന്നത് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കൂടുന്ന എവിടെയാണ്, നമുക്ക് എക്സസീവ് സ്ക്രോളിംഗ് കൂടുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുതെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാം ലാൻഡിംഗ് പേജിന് അവിടെ തീരെ ഹുക്ക് പോയിന്റ് ഒന്നും ഇല്ല എന്നുള്ളത്. ഫസ്റ്റ് സെക്ഷനിലൊന്നും ആൾക്കാരും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ആ സെക്ഷൻ വളരെ ബോറായിരിക്കും. ഫസ്റ്റ് സെക്ഷൻ ആണ് മെയിൻ സെക്ഷൻ അല്ലെ. അപ്പൊ ആ ഫസ്റ്റ് സെക്ഷന്റെ അകത്ത് അപ്പൊ തന്നെ ഫസ്റ്റ് സെക്ഷൻ കണ്ട് തിരിച്ചു പോവാണ്. ബൗൺസ് ബാക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ബൗൺസ് ബാക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക ആ ഫസ്റ്റ് സെക്ഷൻ എന്തോ കുഴപ്പമുണ്ട്. ആ ബൗൺസ് ബാക്ക് കൂടുന്നത് ആദ്യം കണ്ട സെക്ഷനിൽ തന്നെ തിരിച്ച ആൾക്കാർ പോകുന്നതിനെ കൊണ്ടാണ് ആ ബൗൺസ് ബാക്ക് കൂടുന്നത്. അപ്പൊ അതൊക്കെ കൂടി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സെക്ഷന്റെ കുഴപ്പമാണ് ലാൻഡിംഗ് പേജിന്റെ അകത്ത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ലാൻഡിംഗ് പേജിന് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഇടയ്ക്ക് കയറി കുത്തിരിക്കും. ആഡ്സ് റൺ ചെയ്തിട്ട് കുറെ ക്ലിക്സ് വരുന്നുണ്ടെന്ന് വെച്ചോ, കൺവേർഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. വെബ്സൈറ്റിൽ ലാൻഡിംഗ് പേജിൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ആഡ് ക്ലിക്ക് ചെയ്ത് കയറുന്നുണ്ട്, എന്താണ് കൺവേർഷൻ വരാത്തത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്തുള്ള വീഡിയോ റെക്കോർഡിങ്സ് നോക്കിയിരിക്കും. എന്തുകൊണ്ടായിരിക്കാം എവിടെ നിന്നാണ് ആൾക്കാർ തിരിച്ചു പോകുന്നത്? ഈ കൺവേർഷൻ കുറയുന്ന സമയത്ത് ഞാൻ ഈ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിനെ വിളിക്കും, വന്നിട്ട് നോക്കും എവിടെയൊക്കെയാണ് ആൾക്കാർ കൺവേർട്ട് ആവാത്തത്, എവിടെയെങ്കിലും ആൾക്കാർ ഈ റീച്ച് ക്ലിക്ക് അല്ലെങ്കിൽ ക്ലിക്ക് ഇനി മേ ബി ചിലപ്പോൾ എന്തായിരിക്കും അറിയോ, എന്റെ ഏതെങ്കിലും ബട്ടൺ വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. എന്റെ ഈ കൺവേർഷൻ അല്ലെങ്കിൽ ഈ വാട്സപ്പ് ബട്ടണോ എന്തെങ്കിലും ബട്ടൺ വർക്ക് ചെയ്യാണ്ടായി പോയിട്ടുണ്ടാവും. അങ്ങനെ ബട്ടൺ വർക്ക് ചെയ്യാനായിട്ട് പോയാണ് റീച്ച് ക്ലിക്സ് കൂടുതലുണ്ടാവുക. ഒരു ബട്ടൺ ഉണ്ടാവും അത് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ ആൾക്കാർ അത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്താണ് പോവാത്തതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ റീച്ച് ക്ലിക്സ് കൂടി കഴിഞ്ഞാൽ എവിടെയോ ഏതോ ബട്ടൺ എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ബട്ടന്റെ പ്രശ്നമായിരിക്കാം. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം എന്താണ് കൺവേർഷൻ നടക്കാത്തത് എന്നുള്ളതൊക്കെ. ചിലപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ ചില കേസിലൊക്കെ നടക്കാറുണ്ട്. ചില ആൾക്കാർ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ഒന്നും നോക്കാണ്ട് അവർ വരിക. കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ഇവര് പറയും
കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. ലാൻഡിംഗ് പേജിൽ കുറെ ആൾക്കാർ ലാൻഡിംഗ് പേജൊക്കെ അടിപൊളിയാണ്, ചെറിയ പ്രശ്നമായിരിക്കും ഉണ്ടാവുക. ഈ ആ ബട്ടണൊക്കെ വർക്ക് ചെയ്യാത്ത പ്രശ്നമാണ്. ഈ ചെറിയ പ്രശ്നങ്ങൾ ആരും ചെക്ക് ചെയ്യില്ല. അതായത് ഇവരെ കൺസെപ്റ്റ് നോക്കുമ്പോൾ ബട്ടൺ ഒന്നും വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല അല്ലെ, ആൾക്കാർ കൺവേർട്ട് ആവായിട്ടാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് ലാൻഡിംഗ് പേജ്, ഞാനും ആദ്യം ലാൻഡിംഗ് പേജ് ചെക്ക് ചെയ്തപ്പോൾ ബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്ത് നോക്കിയില്ല. എനിക്കും തോന്നില്ല ആ ഒരു പ്രശ്നം വരുന്നുള്ളത്. ഞാൻ 2 ദിവസം മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി ഒക്കെ കണക്ട് ചെയ്തു, ആഡ്സ് ഒക്കെ നോക്കി ചെക്ക് ചെയ്തു, വെബ്സൈറ്റിൽ അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ വരുന്നത് നോക്കുമ്പം ഈ ഒരു റീച്ച് ക്ലിക്സ് ഭയങ്കര കൂടുതൽ. അതായത് ഞാൻ വീഡിയോ നിർത്തി നോക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കളിക്കുന്നത്. കാരണം ആ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഇത്രയും കാലം അവർക്ക് കൺവേർഷൻ വരാഞ്ഞത്. ലാൻഡിംഗ് പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആഡ്സ് റൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ചെറിയൊരു സാധനം മിസ്റ്റേക്ക് ആയിപ്പോയി, ഒരു ചെറിയ പോയിന്റിൽ മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പം ബട്ടൺ ആരും നോക്കിയില്ല, ക്ലാരിറ്റി കണക്ട് ചെയ്യുകയും ചെയ്തിട്ടില്ലായിരുന്നു അത്ര. അപ്പം പിന്നെയാണ് ആ സംഭവം മനസ്സിലായത്. അപ്പം ജസ്റ്റ് ഞാൻ മറ്റു സാധനം കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, ഞാൻ മാരകമായിട്ട് എന്തോ സാധനം ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾക്ക് കൺവേർഷൻ വരാൻ തുടങ്ങിയെന്നുള്ളത്. പക്ഷെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾ എന്നെ പിടിച്ച് തൂക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്തു, ചെറിയ പ്രശ്നമല്ലായിരുന്നു, ആ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ലൈക്ക് അത്രയും ചെറിയ പ്രശ്നമാണ്. അപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ലാൻഡിംഗ് പേജിൽ ഉണ്ടാവുന്ന ഇത്ര ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ CCTV വെക്കുന്ന തന്നെയായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ ഉണ്ടാവുക. ഓക്കെ, സോ റീമാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൂൾ നമുക്ക് ഗൂഗിൾ ആഡ്സിന് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. ദെൻ വേറെന്തെങ്കിലും? സാർ ഇതിൽ കോഡ് ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? HTML ഹെഡിലോ അല്ലെങ്കിൽ ബോഡിയിലോ കോഡ് ആഡ് ചെയ്യാൻ പറ്റും. ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് കോഡ് ആഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. യെസ്, എന്തെങ്കിലും കോഡ് ആഡ് ചെയ്യാനേ ഉള്ളൂ ഓപ്ഷൻ. കോഡഡ് ആണോ? ഓക്കെ. പിന്നെ ഓക്കെ, സോ എനിത്തിങ് എൽസ്? എന്തെങ്കിലും? ഓക്കെ ദെൻ, സോ വേറൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സ്വഭയല്ലേ? റീമാർക്കറ്റിംഗും മറ്റിതും കണ്ട് പേടിച്ചോയോ? All good? A thumbs up? Yeah, all good. Yes, sir. Okay, great. Yeah. Okay, thank you. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. സാറേ മറ്റേ സബ് ഡൊമൈൻ്റെ ഒന്ന് പറയണേ. ഞാൻ ഇപ്പൊ തന്നെ ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കുകയും ചെയ്യാം എന്തായാലും. അത് ഡെയിലി കാണുന്നതാണ്, ഇങ്ങനെ സംഭവം ഞാൻ അറിയില്ല. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു സർ.